നമ്മൾക്ക് പൂർവികർ ഉണ്ടാക്കി തന്ന ക്രിയാത്മകപരമായിട്ടുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായി. എം.എ. ഉസ്താദ് ത്യാഗം സഹിച്ചത് കൊണ്ടാണ് ഇന്ന് അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും നമ്മളെ ഏകദേശം 50 വർഷത്തെ പഴക്കമെന്ന് തന്നെ പറയാം. ഈ 50 വർഷത്തെ ജനങ്ങളിൽ അടിസ്ഥാനപരമായ വിവരം കിട്ടാൻ കാരണം ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നേതൃത്വം നിന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാഇ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ആ താജുൽ ഉലമയിലൂടെയാണ് മുഅ്മിനീങ്ങളെ താജുൽ ഉലമ നേതൃത്വം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കണം, ഓരോ ജനങ്ങളിലും ദീൻ എത്തണം എന്ന് മനസ്സിലാക്കി കണ്ടു വരും കാലത്ത് നമ്മളാലോചിച്ചുകൊണ്ട് മൂപ്പര കൂർമ്മ ബുദ്ധി കൊണ്ടാണ് ഈ നിലക്കുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിലൂടെ ഒരു 10-11 അംഗമാകുന്ന ഉലമാക്കൾ അംഗമുണ്ടാക്കിയിട്ട് എല്ലാ കിതാബുകളും തുഹ്ഫയും ഫതുഹുൽ മുഈൻ എല്ലാം നോക്കി അങ്ങേയറ്റം കടപിടിച്ച്, അഥവാ ഒരു അമല് ചെയ്യുമ്പോൾ അത് ഹറാമാണ്, അത് കറാഹത്താണ്, എവിടെയും അത് കറാഹത്താണ് എന്ന് എവിടെ പോയാലും തെറ്റ് വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവും പകലും അന്നത്തെ കാലത്ത് മുഅ്മിനീങ്ങളെ ഈ നിലത്തെ ലൈറ്റ് ഒന്നല്ല, മെഴുകുതിരിയിൽ മൂപ്പര ചരിത്രം പറയുന്നത് കാണാം. ഏകദേശം മൂപ്പര ചരിത്രം പറയുന്ന 3 വാള്യത്തോളുള്ള പുസ്തകം തന്നെ ഉണ്ട്. ആ ഇതിൽ പറയുന്നത് കാണാം, അന്നലക്ക് സുബി വരെ 3-4 മണി വരെ നമ്മക്ക് വരുന്ന തലമുറ ഞാനടക്കമുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂപ്പര് പള്ളിയിൽ കുത്തിയിരുന്നുണ്ടാക്കിയതാണ് ഈ ഒരു സംവിധാനം. ആ സംവിധാനത്തിന്റെ അത്ര അൽഹംദുലില്ലാ മുഅ്മിനീങ്ങളെ ഇന്ന് ലോകത്ത് ഈ മദ്രസയുടെ അത്ര ഒരു സംവിധാനത്തിൽ കടപിടിക്കുന്ന ഒരു സ്ഥാപനവും വന്നിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. കാരണം എന്തേ? ഞാനും നിങ്ങളും സ്കൂൾ പഠനം പഠിക്കുന്നുണ്ടല്ലോ, പല നിലക്കുള്ള സബ്ജക്ട് വൈസ് എന്നതുപോലെ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് എന്ന രൂപത്തിൽ ഓൻ ഏത് കിതാബ് പഠിക്കണം, ആദ്യം തജ്വീദ് പഠിക്കണം, അല്ലെങ്കിൽ അഖ്ലാഖ് പഠിക്കണോ, അല്ലെങ്കിൽ പിന്നെ ഭാഷാപരമായ ലോകത്തിന്റെ പഠിക്കണോ, അതല്ലെങ്കിൽ പിന്നെ തസ്കിയത്ത് അവന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടുള്ള ആ രൂപം പഠിക്കണോ, അങ്ങനൊക്കെ മനസ്സിലാക്കി ആ നിലക്ക് ഓരോ ക്ലാസ്സുകളിലും വേണ്ടപ്പെട്ടതായ കിതാബുകൾ സബ്ജക്ട് വൈസാക്കി ഉണ്ടാക്കി നിങ്ങളെ അടിസ്ഥാനപരമായ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഇൽമ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വറസത്താകുന്ന ആ ഇൽമ് ജനങ്ങൾക്കൊന്ന് കരിപ്പിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥപരമായി ദീനിന് വേണ്ടി പൊരുതാടിയ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാരഥന്മാർ ഇല്ലെങ്കിൽ ഇന്ന് ഞാനടക്കമുള്ള നിങ്ങൾക്കും അല്ലാഹുവിന്റെ ദീൻ അടിസ്ഥാനപരമായ ഇൽമ് ഉണ്ടാകൂല. അതിന് നിങ്ങളെ നാടിനെ തന്നെ എടുത്താൽ നോക്കിയാൽ മതിയാവും. ആർക്കാണ് ബരിയാദിക്ക് യാസീൻ ഓത്ത് അറിയുന്നവർ ഇവിടെ ഉണ്ടോ? ഒരു 10-50 വർഷം 20 വർഷത്തിന്റെ ബേക്ക് 30 വർഷത്തിന്റെ ബേക്ക് എടുത്ത് നോക്ക്, യാസീൻ ഓത്ത് അറിയുന്നവരുണ്ടോ? ഇല്ല. എന്തേ? അന്ന് കർശനം ഇല്ല. അന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മ ആരാണോ പഠിച്ച അവരെ കുല്ലൊള്ള പഠിച്ചിരുന്ന കുല്ലൊള്ള തന്നെ, ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ, ഫലഖുൻ നാസ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം അറിയുന്നവർ ഈ നാട് നല്ല കേരളവും ഇല്ല കർണാടകവും ഇല്ല. അങ്ങനെ ആയിരുന്നു അന്നത്തെ വരവ് ഓത്തുപള്ളി സിസ്റ്റം. ഇന്ന് അത് മാറ്റി വെക്കപ്പെട്ടതും മാറ്റി ചിന്തിക്കപ്പെട്ടതും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയും താജുൽ ഉലമയുടെയും അവരുടെ ജംഹൂരിയത്ത് ആ പണ്ഡിതന്മാരുടെ നിലപാടാണ്. അതുകൊണ്ട് മുഅ്മിനെ നമ്മളെ തലമുറക്ക് വേണ്ടിയിട്ട് ഓടിപ്പാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെന്തിനു വേണ്ടി പാനു? അവരാഖിറം റെഡിയാവാനാണ്. കാരണം അല്ലാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. ഞാനടക്കമുള്ള നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അബേ കണ്ണ് തന്നു, ചെവി തന്നു, കേൾവി തന്നു, കണ്ണിന് കാഴ്ച തന്നു, കൈകാലുകൾക്ക് ഹറക്കാത്ത് സക്കനാത്ത് തന്നു. ഈ തന്നതിൽ ഓരോ മനുഷ്യനും മറുപടി പറയണം. അബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ അൽഹംദുലില്ലാഹ്, എന്നെയും നിങ്ങളും മുസ്ലിമായി ജനിച്ചു എന്നുള്ളതാണ്. ആ മുസ്ലിമായി ജനിപ്പിച്ചതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ശുക്ർ ചെയ്താൽ മരണം വരെ മതിയാവുകയില്ല. അത്രത്തോളമുണ്ട് മുഅ്മിനേ. നോക്കൂ, മറ്റു മതസ്ഥർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവേ മതം പറയുന്നതല്ല, മറ്റ് ഹൈന്ദവ ക്രൈസ്തവരാവട്ടെ, ആ മതസ്ഥർക്കും വല്ല ഭദ്രതയുണ്ടോ? ഇല്ല, ഇല്ല. കാരണം എന്ത്? അവനവന്റെ കഥയെ അവരവര് പറയപ്പെടുന്ന അവർക്കുണ്ടാകുന്ന പ്രമാണം, ആ പ്രമാണമെല്ലാം കാലത്തിനടിസ്ഥാനത്തിൽ അവർക്ക് മാറ്റിത്തിരുത്താനുള്ള കഴിവുണ്ടോ? മാറ്റിത്തിരുത്താനുള്ള അംഗീകാരമുണ്ടോ? എന്നാൽ ഇസ്ലാം എന്ന മതത്തിൽ ഇസ്ലാം എന്ന മതത്തിൽ മാറ്റിത്തിരുത്താനോ തിരുത്തപ്പെടാനോ ലോകത്തൊരു ശക്തിക്കും അല്ലാഹു അധികാരം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കപ്പെട്ട ഇസ്ലാം എന്ന മതം ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബി മുതൽ തുടങ്ങിയിട്ട് 1,24,000 പരം അംബിയാ മുർസലീങ്ങളുടെ അല്ലാഹു ഇറക്കപ്പെട്ടു. ആ ഇറക്കപ്പെട്ടതിൽ അവസാനത്തെ നബിയാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മെഹബൂബല്ലേ, അല്ലാഹുവിന്റെ ഹബീബല്ലേ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അബേ ഇസ്ലാം പൂർത്തീകരിപ്പിച്ചു കൊടുക്കുന്നു. ഇബേ ഹജ്ജത്തുൽ വിദാഇൽ ഹജ്ജ് അറഫയിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്, അൽയൗമ അക്മൽതു ദീനകും എന്ന് പറഞ്ഞിട്ട് അബേ സ്വഹാബികൾക്ക് 2 മണിക്കൂറോളം ഖുത്ബ നടത്തുന്നു, പ്രസംഗം നടത്തിയിട്ട് പറയുന്നു, ഇസ്ലാം മതം ഇവിടെ പൂർത്തീകരിച്ചു. ഓ സ്വഹാബാക്കളെ, ഇവിടെ ഇസ്ലാം മതം പൂർത്തീകരിച്ചു. അനിയ തമ്മിൽ ജിഹാദ്, അതെ അവനവൻ തമ്മിലുള്ള ജിഹാദ്. ഏത് ജിഹാദ്? തമ്മിൽ യുദ്ധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ ഏത് രൂപത്തിൽ യുദ്ധം പാടില്ല, എങ്ങനെ യുദ്ധം വേണമെന്നെല്ലാം അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നാടാകുന്ന നാടുകൾ പോയിട്ട് ഇൽമു പ്രചരിപ്പിക്കണം, ഹിജ്റ പോകണം, ദീൻ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, അവിടുത്തെ വറസത്താകുന്ന ഇൽമു സ്വഹാബികൾ ഏറ്റെടുത്തുകൊണ്ട് ആ സ്വഹാബികളാകുന്ന സ്വഹാബികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അറബി അറിയുന്ന മാത്രം സ്വഹാബികൾ നമ്മൾ ഈ നാടുകളിൽ വന്നില്ലേ? എവിടെയാണ് വന്നത്? അതേ കാസർഗോഡ് എന്ന പഴയ മലൈബാർ. ആ കാസർഗോഡിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വന്ന് ആരിലേക്കാണ് വന്ന മുഅ്മിനീങ്ങളെ? അജമാകുന്ന വിവരമില്ലാത്ത ദോഷികളെടുത്ത്, അതേ ഹൈന്ദവ ബിംബാദരാളുകൾക്കുള്ള ആളുകളെടുത്ത് വന്നിട്ട് അവിടെ വന്ന് ആദ്യം സ്വീകരിച്ചത് ഹൈന്ദവനല്ലേ? ഇളനീർ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് അതേ ഭാഷ അറിഞ്ഞിട്ടാണോ? അല്ല, അല്ല. അന്നത്തെ ഭാഷ സംസ്കൃതം പോലത്തെ ഭാഷയാണ്. ആ ഭാഷയൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടുത്തെ ഭാഷ അതേ പഠിച്ചുകൊണ്ട് അങ്ങോട്ടും പഠിച്ചതുകൊണ്ട് ബിരിങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി. ഏത് രൂപത്തിൽ? അതേ അവനവന്റെ ജീവിത രീതിയിൽ അതേ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അത് നല്ല സ്വഭാവം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകം മുഴുവനും അംഗീകരിക്കാൻ കാരണം ഹുസ്നുൽ ഖുൽഖ് സ്വഭാവമാണ്. അല്ലാതെ മുസ്ലിമായി എന്നല്ല, അല്ലെങ്കിൽ മുസ്ലിമിന്റെ നേതാവായി എന്നല്ല. മൊത്തം ഉമ്മത്തീങ്ങൾ അതേ ഹൈന്ദവനും ക്രൈസ്തവനും അല്ലാത്ത ഏതെല്ലാം മതക്കാരുണ്ടോ ആ മതക്കാരെല്ലാം ലോകം മുഴുവനും നേതാവായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കാൻ കാരണം ഒരൊറ്റ ഹുസ്നുൽ ഖുൽഖ് സ്വഭാവമാ. ആ സ്വഭാവം കൊണ്ടാണ് മുഅ്മിനീങ്ങള് അതേ ഒരുപാട് മന്യമതസ്ഥർ അതേ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ നിലക്ക് ചെറിയ അവിടുത്തെ സ്വഹാബിമാ, ഒരു നിലക്കും കളങ്കമില്ലാത്ത സ്വഹാബിമാ, കളവ് പറയുന്നില്ലല്ലോ, ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഈമാനാണ് മുഅ്മിനീങ്ങളെ അവർക്ക് അല്ലാഹു അത്രയും ദർജ കൊടുക്കാൻ കാരണം. ഇൽമ് അവർക്കും റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തല്ലേ അവർക്ക് ഇൽമു ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ അപ്പുറം അവർക്കും ഇൽമു വന്നിട്ടില്ല. ആ
ആ പഠിച്ച ഇൽമിൽ അവരേറ്റവും കൊണ്ട് നടന്നത് എന്താണ്? തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കണം എന്ന ആ ഖുർആൻ വ്യാഖ്യാനം നല്ലവണ്ണം അവർ മുറുകെ പിടിച്ചവർ. എന്തുണ്ടെങ്കിൽ റബ്ബ് എന്നെ സഹായിക്കും, അല്ലാഹുവിന്റെ റസൂലും റബ്ബ് എന്നെ സഹായിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് അവര് ദീൻ പ്രചരിപ്പിക്കാൻ പോയി. മുഅ്മിനെ ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് സൂപ്പർസോണിക് ജെറ്റ് ഫ്ലൈറ്റിൽ വന്നിട്ടല്ല കേട്ടോ, അതുപോലെ തന്നെ ഏത് നിലക്കുള്ള ഏതെല്ലാം ആഡംബര രൂപത്തിലുള്ള ഫ്ലൈറ്റ് അല്ല, പകരം അവര് കാൽനടയിലൂടെ നടന്നുകൊണ്ട് വന്ന് മുഅ്മിനീങ്ങളെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അത്രയും കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ആ പൂർവീകരെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് ആ കഷ്ടതയില്ല. ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയും ദീൻ നടത്താൻ വേണ്ടിയും എത്രത്തോളം കഷ്ടത ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു കൊള്ളണം. ഒരു കാലഘട്ടം നിങ്ങൾ ഈ നാടിന്റെ അവസ്ഥ എന്താണ്? ആർക്കെങ്കിലും സാമ്പത്തികപരമായിട്ടുണ്ടോ? ഇല്ല. ഒരു 10-20 തോട്ടം ഉണ്ടാവും, ആ തോട്ടത്തിൽ ഒരു ഹൈന്ദവന്റെ തോട്ടത്തിന് 10 ആൾക്കാർ മുസ്ലിം പണിയെടുക്കും. എന്നിട്ട് ഉള്ള പൈസ, തുച്ഛമായ പൈസ കൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം വരെ, അതേ ചില നാടുകളിൽ ഇസ്ലാം വരെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാതെ തന്നെ നിങ്ങൾ ഈ കർണാടക മണ്ണിൽ അതേ ജീവിച്ചവരുണ്ടായിട്ടില്ലേ? കാരണം എന്തേ? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തലവെട്ടും. അങ്ങനത്തെ ഈ കർണാടക മണ്ണിൽ മുഅ്മിനീങ്ങളെ ഇസ്ലാമിനെ അങ്ങേറ്റം പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അതേ നല്ല നിലക്കുള്ള ഇസ്സത്ത് വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ മറന്നു പോകരുത് കേട്ടോ. ആ താജുൽ ഉലമന്റെ വരവുണ്ട് അൽഹംദുലില്ലാഹ്. ദക്ഷിണ കന്നഡയും എന്നപോലെ നോർത്ത് കന്നഡയെല്ലാം അൽഹംദുലില്ലാഹ് ദീനിയായ മെച്ചമുണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് മൻഫഅത്ത് ഉണ്ടായി? അതേ മാതാവ് എന്താണ്, പിതാവ് എന്താണ്, ഉസ്താദ് എന്താണ്, പള്ളി എന്താണ്, ആ ശിആറിനെല്ലാം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന രീതി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാകുന്ന മതമല്ലേ? ഏതെങ്കിലും ഭൗതികവാദികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക കിതാബുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക മദ്രസ ഏതെങ്കിലും ഭൗതിക സ്കൂൾ കലാലയങ്ങളിൽ ഇപ്പൊ ഫസ്റ്റ് മുതൽ അദ്ദേഹം 1ാം ക്ലാസ് മുതൽ 2nd PUC അല്ലെങ്കിൽ ഡിഗ്രി വരെ എവിടെയെങ്കിലും ധാർമ്മികപരമായ വിവരം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് PUC പഠിക്കുന്നുണ്ട്, എന്റെ ഉമ്മാനിങ്ങനെ ബഹുമാനിക്കണം, നിങ്ങളെ ഉസ്താദിനിങ്ങനെ സ്നേഹിക്കണം എന്ന് ഏതെങ്കിലും സ്കൂൾ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല മുഅ്മിനെ. അത് ഭൗതികപരമായ ജീവിതത്തിന്റെ നിലനിൽപ്പിലല്ലേ? ആ ഭൗതികപരമായ ജീവിതം നിലനിൽക്കണമെങ്കിൽ, ആ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ അവനവന്റെ മാതാവിനെ പിതാവിനെ ബഹുമാനിക്കണ്ട്, അവനവന്റെ ഇൽമിനെ ബഹുമാനിക്കണ്ട്, അവനവന്റെ ഉസ്താദിനെ ബഹുമാനിക്കണ്ട്, അവനവന്റെ നാടുകളിലുള്ള പള്ളിനെ ബഹുമാനിക്കണ്ട്, അവനവന്റെ പള്ളി കമ്മിറ്റി ഭാരവാഹികളെ സ്നേഹിച്ച് ബഹുമാനിക്കണ്ട്, അവനവന്റെ ദീന്റെ ഖിദ്മത്ത് ഉണ്ടാകുന്ന ഏതെല്ലാം നിലപാടുകളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സ്നേഹിച്ചുകൊണ്ടും ഖിദ്മത്ത് കൊണ്ട് പ്രവർത്തിച്ചാലല്ലേ ഭൗതികപരമായി ജീവിതത്തിനും അല്ലാഹു ഫത്ഹ് നൽകുള്ളൂ. പോരാ, ആഖിറം ഫത്ഹാകുകയുള്ളൂ. ഞാനും നിങ്ങളും മുസ്ലിം ഉമ്മത്തായതുകൊണ്ട്, ആ നിലക്ക് വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഓ മുഅ്മിനേ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ദീന്റെ ഖിദ്മത്തിൽ പ്രവർത്തിക്കണം, സുന്നത്ത് ജമാഅത്ത് നിലനിർത്തണം. അൽഹംദുലില്ലാഹ് പൂർവീകർ നമ്മൾക്ക് വേണ്ടി നട്ടോട്ടമോടിയപ്പോൾ ഇന്ന് നമ്മൾ എന്തൊരു സുഖമാറാണ്, ഒരു നിലക്കും ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തുമ്പോൾ അതേ പറയുമ്പോൾ അവിടുന്ന് 2000, ഇവിടുന്ന് 3000, അവിടുന്ന് 4000, ആ നിലക്കുള്ള പ്രചോദനത്തിന് വേണ്ടിയിട്ട് ആ നിലക്കുള്ള ടെക്നോളജി മനുഷ്യന്റെ ബുദ്ധിയിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിയെ ദീനിയായി ഞാനും നിങ്ങളും വൽക്കരിക്കണം. ആ ടെക്നോളജിയിലേക്ക് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി ശുക്ർ ചെയ്യണം. അല്ലെങ്കിൽ ഓ മുഅ്മിനേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ചോദ്യം ചെയ്യാനുള്ളതാണ്. അതല്ലേ എന്നും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അതേ സൂറത്തിൽ അത് ഓതുന്ന റഫലാ യൻദുറുൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് പറഞ്ഞ അവസാനം പറയുന്നില്ലേ ആയത്തുൽ ഹിസാബ്, നിങ്ങൾ ഹിസാബിന്റെ പേരിൽ പറയാനുള്ളതാണ്. നിങ്ങളോട് ഹിസാബ് ചോദിക്കും, എന്നോടും നിങ്ങളോടും നാളെ റബ്ബ് ചോദിക്കപ്പെടും. ഓ മുഅ്മിനേ,
ഇന്ന മസ്ഊദ് കെട്ടിക്കൊളുത്ത മസ്ഊദ് ഇങ്ങനെ ജനിച്ചില്ലേ? എന്തോളോ നിനക്ക് നീ ചെയ്ത ദീന്റെ ഖിദ്മത്ത്, നീ ചെയ്ത ദീന്റെ ഖിദ്മത്ത് എന്താണ്? നീ ഭാര്യ ഭർത്തൃ ജീവിതം നയിച്ചിട്ടില്ലേ? ഉണ്ടോ? അതെങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോ സഹോദരാ, ഞാനും നിങ്ങളും ജമാഅത്തിന്റെ മഹാസഭ അല്ലത്, അല്ലെങ്കിലോ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ മഹാസഭ അല്ലത്, അല്ലെങ്കിൽ അതേ വിധാനസൗധയിൽ ഉണ്ടാകുന്ന കണക്ക് വായിക്കലല്ല. പകരം മേലായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ കോടതിയിലോ മുഅ്മിനേ, ഈ ഭൂമിയാകുന്ന ഭൂമി, ഈ ആകാശം എല്ലാം ഒന്നടങ്കം നിരപ്പാക്കിയിട്ട് കണ്ണെത്താ ദൂരത്തൊരു ലോകമുണ്ട്. ആ ലോകത്ത് മുഅ്മിനീങ്ങളെ സ്വന്തം എന്ന് കൂടെയെന്നോ കൂടപ്പുറപ്പെന്നും ഇല്ലാതെ നഗ്നമായ അവസ്ഥയിൽ നിന്ന് ഒരു ചാണിൽ നിന്ന് സൂര്യനിൽ നിന്ന് അടുത്ത് നിന്ന് ചോദിക്കുമ്പോ എനക്കും നിങ്ങൾക്ക് ഇവിടെ മറുപടി ഇല്ല, ഇല്ല. ഞാനും നിങ്ങളും അതേ ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ ചെയ്തിന് ഇങ്ങനെ ചെയ്തിന് എന്നൊക്കെ പറയുമ്പോൾ അവനവന്റെ വായി, അവനവന്റെ നാവ്, ഈ വായിന് അല്ലാഹു പൂട്ടപ്പെടും, സീലങ്ങ് വെക്കപ്പെടും. വെച്ചിട്ടോ ആ കൈ സംസാരിക്കും, ഓൻ പറയുന്നത് കളവാ, ഓൻ ഇന്നത് ചെയ്തിട്ടില്ല, ഓൻ ഇന്ന ഫിത്ന പറഞ്ഞിട്ടുണ്ടോ, ഓൻ ആലിമിനെ തെറി പറഞ്ഞിട്ടുണ്ടോ, ഓൻക്ക് സമ്പത്തുണ്ടായിട്ടുണ്ട് പക്ഷെ അവൻ കൊടുത്തില്ല, പകരം ഓൻ ഇന്ന അതേ ഭൗതികവാദത്തിന് വേണ്ടിയിട്ട്, ഇന്ന കളിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറയും ഓന്റെ സ്വന്തം നാട്ടിൽ കൊടുത്തിട്ടില്ല, പകരം മറ്റുള്ളവന്റെ നാട്ടിൽ പോയി കൊടുത്ത്. ഓ മുഅ്മിനെ, അവനവന്റെ നാടിനെ ആദ്യം നന്നാക്കണം. അവനവന്റെ നാടിന്റെ ദീന്റെ ഖിദ്മത്തിൽ എന്തെല്ലാം പുരോഗതിയുണ്ടോ ആ പുരോഗതിക്കെല്ലാം നിങ്ങൾ കൂട്ടു നിൽക്കണം. അല്ലാതെ അവനവന്റെ നാടില്ലാതെ തൊട്ടപ്പുറത്ത് നാട്ടിൽ പോയി കൊടുത്താൽ അത് സ്വഹീഹാവാത്തത് കൊണ്ടല്ല, പകരം അതിന് മറുപടി പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാണല്ലോ അവനവന്റെ സക്കാത്തിന് അല്ലാഹു വെച്ച നിലപാടെന്താ? അന്റെയും നിങ്ങളെയും സക്കാത്ത്, ഒരു ഫിത്ർ സക്കാത്ത് സ്വീകരിക്കണമെങ്കിൽ സ്വന്തം നാട്ടിലത്തെ മിസ്കീനോ അല്ലെങ്കിൽ ഫഖീറോ അല്ലെങ്കിൽ വിധവയോ അല്ലെങ്കിൽ യതീമോ പോലോത്തവർ ഉണ്ടോ എന്നാൽ അവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സക്കാത്തിനെ മറ്റുള്ള മഹല്ലത്തിൽ പോയി നഖൽ ചെയ്യാൻ അല്ലാഹു അധികാരം തന്നില്ല. കാരണം എന്തേ? അവനവന്റെ നാടിനെ ആദ്യം ദീനിയായി ഉയർത്തണം. അവിടെല്ലാം ഉയർന്നെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത നാട്ടിലേക്ക് ആ സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഫലമല്ല, അത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നതുപോലെ ഓ ചെറുപ്പക്കാരാ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ നാടിന്റെ ഖിദ്മത്തിന് വേണ്ടി നിങ്ങൾ ഈ നാടിന് വേണ്ടി സേവിക്കണം. ഇവിടെ നിങ്ങൾ അതെല്ലാം നൽകും ചെലവഴിച്ചുകൊണ്ട് ഇവിടത്തിന് വേണ്ടി നിങ്ങൾ ഉയർത്തണം. എന്നാലേ അതിന്റെ വിജയം ഉണ്ടാവുകയുള്ളൂ. മേലായ റബ്ബ് ചോദിക്കപ്പെടും, ഓ മനുഷ്യ, ഇന്ന് നിനക്ക് തന്നിട്ട് നീ എന്താ ചെയ്തില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ മുഅ്മിനെ എനക്കും നിങ്ങൾക്കും മറുപടി പറയാൻ കഴിയൂല. ഞാൻ നിങ്ങളും വിചാരിച്ചിരിക്കും വേണ്ട, മറുപടി പറയാൻ കഴിയുമെന്ന് വിചാരിച്ച ആര് നിൽക്കും വേണ്ട. കാരണം ആ നിലക്കുള്ള ഈമാൻ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഇപ്പം വാളം, അപ്പം കഴിയും. ഞാൻ അൽഹംദുലില്ലാ എനിക്ക് തന്ന സമ്പത്ത്, തന്ന നിഅമത്ത്, അഥവാ വായു ശ്വസിക്കാൻ വായു തന്നു, എല്ലാം ആ രൂപത്തിൽ തന്നു, അതെല്ലാം ഞാൻ വേണ്ടുവോളം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ മുഅ്മിനീങ്ങൾക്കും നിങ്ങൾക്കും കഴിയോ? ഇല്ല, വളരെ കുറവാ. കാരണം എന്താണ്? ഇന്ന് എവിടെ തിരിഞ്ഞാലും ഹറാം, അങ്ങോറാം ഇങ്ങോറാം, അങ്ങോറാം ഇങ്ങോറാം, എവിടെ തിരിഞ്ഞാലും ഹറാമായി പോയി. അല്ലാഹു സലാമത്താക്കട്ടെ. കഴിക്കുന്ന ഭക്ഷണം ശുബ്ഹത്തിന്റെ മുതല്, ബാങ്ക് വഴി വരാത്ത ഭക്ഷണം പിന്നെ ഏതാ ഉള്ളത്? പലിശ ഇല്ലാത്ത ഭക്ഷണം ഏതാ ഉള്ളത്? വളരെ കുറവ്. പൂർവീകരാകുന്ന ഒരു 20 വർഷത്തെ 25 വർഷത്തെ ബേക്കിലുള്ളവർക്ക് അൽഹംദുലില്ലാഹ് അങ്ങനെ ഇങ്ങോട്ട് നമ്മടക്കമുള്ളവർ ശുബ്ഹത്തിന്റെ മുതലാ കഴിക്കുന്നത്. ശുബ്ഹത്തിന്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഹറാമ് ഹലാൽ എല്ലാം കൂടി കലർന്നതെന്ന് അർത്ഥം. അപ്പൊ പ്രയാസമാണ് ജീവിക്കാൻ. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനെ, അനക്കും നിങ്ങൾക്കും തന്ന കണ്ണും ചെവിയും കാളുവിയും ഒക്കെ അല്ലാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. ഒരു മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ച അല്ലാഹുവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനാണ്, അള്ളാഹിനെ ദർജ ഉയരാനല്ല. അള്ളാഹിനെ ദർജ ഉയർത്താൻ നമ്മൾ ഉയർത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ അതിനല്ല, നമ്മൾ അല്ലാഹുവിന് വേണ്ടി വഴിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെ നാളെ റബ്ബ് ചോദിക്കപ്പെടും, അല്ലാഹു നോക്കപ്പെടും. അതേ അവസാന കാലമാകുമ്പോൾ എല്ലാ മുസീബത്തും ഇവിടെ വരും. അതിനൊന്നും ഒരു സംശയമില്ല, എല്ലാം ഇവിടെ വരും.
പക്ഷേ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ആ മുസീബത്ത് നമ്മളിലൂടെ ഉണ്ടാവാൻ പാടില്ല. ഏതുപോലെ ഒരു ഉദാഹരണം പറയാ, നിങ്ങളെ നാട്ടിലുള്ള ഒരു വഴി, ഒരു സാധാരണ വഴി, നടന്നു പോകുന്ന വഴി, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വഴി, ആ വഴിയിലൂടെ എല്ലാവരും പോകുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നാണ് ആ വഴിയെ ആരും ഉപയോഗിക്കണ്ട, നമുക്ക് കളച്ചിട്ട് എന്തെങ്കിലും ഒന്നാക്കാം, ഒരു കടങ്ങ് കെട്ടാം, അത് ഉപദ്രവ, അത് നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കലായി. എന്നതുപോലെ എന്നെയും നിങ്ങളെയും അല്ലാഹുവിടെ സൃഷ്ടിച്ച ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഞാനും നിങ്ങളും ദീനിന് വേണ്ടി പ്രവർത്തിക്കാതെ പ്രവർത്തിക്കുന്നവനെ ഫിത്നയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാ. ആ നിലക്ക് പ്രവർത്തിച്ചാൽ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് മുഅ്മിനെ, അല്ലാഹു എന്നെയും നിങ്ങളുടെ സൃഷ്ടിക്കപ്പെട്ട് ദീന്റെ ഖിദ്മത്തിന് വേണ്ടിയാ. നടക്കേണ്ട കാര്യം അവിടെ നടക്കും, അതിനൊന്നും നമ്മ നോക്കണ്ടില്ല. പക്ഷെ നമ്മക്കൊരു പക്വത, ബുദ്ധിബോധം അത് വേണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ബുദ്ധി വെച്ചുകൊണ്ട് ദീന്റെ ഖിദ്മത്തിൽ നല്ലവരായ ചെറുപ്പക്കാർ, നിങ്ങൾ നിങ്ങളെ നാടിനെ പുരോഗമിപ്പിക്കണം. അത് നിർബന്ധമാ. ആലോചിച്ചു നോക്കൂ, എവിടെയൊന്നുമില്ലാത്ത ചെറുപ്പക്കാർ, എവിടെയൊന്നുമില്ലാത്ത ആലിമ്, ബഹുമാനപ്പെട്ട താജുലുമന്റെ നാട് ഫറോക്കല്ല, നാടുകളെ ഉള്ളാളമല്ല, വെട്ടിക്കുളമല്ല, ഫറോക്ക് എന്ന കരുവന്തിരുത്തിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആ ദീൻ പഠിച്ചുകൊണ്ട് ഒന്നുമില്ലാത്ത നാടാകുന്ന ഉള്ളാളത്ത് വന്ന് ദർസ് നടത്തിയിട്ടല്ലേ നിങ്ങൾ ഈ നാട്ടിലെ പുരോഗതി ഉണ്ടായത്. എന്താ കാരണം? അവിടുത്തെ ഇഖ്ലാസുള്ള മനസ്സ്, ആ തഖ്വയുള്ള ജീവിതമാ, മനസ്സിന്റെ വിശാലത. ഞാനും നിങ്ങളും എന്നും ദുആ ചെയ്യാറുണ്ട്, നമ്മളെ ഖബർ വിശാലതാക്കണം എന്നതുപോലെ അവനവന്റെ ഖൽബ് വിശാലതക്കും ദുആ ചെയ്യണം കേട്ടോ. എന്നാലേ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള ഫത്ഹ് അല്ലാഹു തരുള്ളൂ. കാരണം എന്തേ? നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഖൽബ് നന്നാവണം. ഖൽബ് വിശാലതയില്ലെങ്കിൽ, പോയി എന്നും കുടുസുണ്ടെങ്കിൽ, ഖൽബ് എന്നും നെരുക്കമായ മനസ്സാണെങ്കിൽ, അഥവാ എന്റെ പള്ളിയിൽ ഒന്നും ഞാൻ കൊടുക്കണ്ട, ഞാൻ കൊടുത്തിട്ട് അവിടെ നിന്നാണ്ട് എന്നും കൊടുക്കുന്നവരില്ലേ, അവർ കൊടുത്തോട്ടെ നമുക്കെന്തേ എന്ന ആ ഇരുളടിച്ച ഖൽബ് ഉണ്ടാവാൻ പാടില്ല. പോരാ, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകും, വ്യക്തി വൈരാഗ്യം ഉണ്ടാവും. ആ വൈരാഗ്യമെല്ലാം അവിടെ തീർന്ന് പള്ളിയിൽ കാണിക്കാൻ പാടില്ല, ജമാഅത്തിൽ കാണിക്കരുത്, നഷ്ടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ കാണിക്കാൻ പാടില്ല. ദീനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഓനെ മാറ്റി നിർത്തന്നെ വേണം. അതങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഹദീസ് തന്നെ സഅദ് റളിയല്ലാഹുവിന്റെ ഹദീസല്ലേ? എന്താ, റസൂലുള്ളാഹിന്റെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ, ആ യുദ്ധത്തിലേക്ക് വിളിച്ചപ്പോൾ മൂപ്പര് സ്വത്തിന്റെ ദുനിയവിയായ സ്വത്തിന്റെ വിഷയത്തിലേക്ക് ചെറുങ്ങനെ അങ്ങ് തിരിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ അറിയോ നിങ്ങൾക്ക്? റസൂലുള്ള മുണ്ടെന്നില്ല, സ്വഹാബിമാർ മുണ്ടണ്ട, ഒരാളും മുണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അല്ലാഹു പുറപ്പെടുവിച്ചു. 30 ഓർമ്മയിൽ 30 ദിവസം, 40 ദിവസം, ഒരു വർഷം ഓർമ്മയില്ല, ഒരു വർഷം വരെ അള്ളാന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഏറ്റവും വലിയ ധനികനാ, നല്ല തോട്ടമുണ്ടായവനാ. ആ സ്വഹാബിനോട് ഒരാളും ഉണ്ടെന്നില്ല, എന്തേ? ദീനെതിരെ പ്രവർത്തിച്ചപ്പോൾ. അപ്പൊ എന്നതുപോലെ സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആ വ്യക്തിയോട് ഞാനും നിങ്ങളും സംസാരിക്കാൻ പോണ്ട, മാറി നിൽക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി നന്നാക്കി കൊണ്ടുവരണം. ഇതാണ് ആന്റി നിങ്ങളെയും കടമ. അതുപോലെ മുഅ്മിനെ, നിങ്ങൾ നിങ്ങളെ നാടിനെ നന്നാക്കണം, ഉയർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളെ, നിങ്ങൾ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞ് സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂ ജനറേഷൻ പറഞ്ഞ് ഞാൻ എവിടെയും പറയുന്നു ഒന്ന് തന്നെ, അതേ ഇവിടെയും പറയുന്നു. അതേ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണം. പുതിയ ഭൗതിക കാലം കഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് മരണം അടുത്ത് കൊന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു മരിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർ പറയാറുണ്ട്, അബേ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഈ നാട്ടിൽ ഒരു വർഷം അസ്രായിൽ വന്നാൽ, എന്നാൽ മൂന്ന് പൊരിക്കാതെ ഇവിടുന്ന് അസ്രായിൽ പോവാറില്ല എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇന്നതെല്ലാം എടുത്തുപോയി.
ഇന്ന് വളരെ ചെറുപ്പക്കാരെ എന്തൊരു പെട്ടെന്നുള്ള മരണമാ. സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്ന ഇന്നലെ അനസമാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു എന്നറിയില്ല. മുഹമ്മദ് അലി സഅദി എന്ന വ്യക്തി, നിങ്ങൾ ഇനി വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടോ എന്നറിയില്ല. അബേ നല്ല വ്യക്തിയാണ്. SYS ജില്ലാ കൗൺസിൽ അംഗമാണ്. ഞാൻ ജില്ലന്റെ വൈസിലും മൂപ്പര് കൗൺസിൽ അംഗവും കൂടിയാണ്. നല്ല ദീന്റെ ഖിദ്മത്താണ്. എന്നും നമ്മൾ ബന്ധപ്പെടുന്നവരാണ്. നല്ല മുസ്താദാണ്. എവിടെയും ആ വ്യക്തി പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദീനിയായ മുദ്ര അവിടെ അറിയിച്ചു കൊടുക്കും. അങ്ങനെ 4-5 മദ്രസന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദ്. അതേ തലേന്ന് രാത്രി ചെയ്ത ദീനിന്റെ ഖിദ്മത്ത് എന്താണ്? ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട മയ്യത്ത് പരിപാലനം. ആ മയ്യത്ത് പരിപാലനം ഈ ഉസ്താദ് എല്ലാ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഏത് രൂപത്തിൽ പ്രാക്ടിക്കലായിട്ട് വരെ കാണിച്ചു കൊടുത്തു. ബൈത്തും ജല്ലി എങ്ങനെ കഫ എല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ മദ്രസയും കഴിഞ്ഞു ഉച്ചക്ക് അതേ ഈ കൊടുത്ത വീഡിയോ ഉണ്ടല്ലോ, അത് അവനവന്റെ സ്റ്റാറ്റസ് സ്വാഭാവികം ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. ഏതായാലും നല്ലതാവട്ടെ. ആ നിലക്ക് സ്റ്റാറ്റസ് വിട്ടു കഴിഞ്ഞു. വലൗ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഉച്ച കഴിഞ്ഞ് സ്റ്റാറ്റസ് ഇടലും ഇട്ടിട്ട് 1 മണിക്കൂറായിട്ടില്ല. 10 മിനിറ്റ് കൊണ്ട് മുഅ്മിനീങ്ങൾ ആ മുഹമ്മദ് അലി സഅദി എന്ന ആ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. ആക്സിഡന്റ് ആയി മരിച്ചുപോയി. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ചെയ്തതിന്റെ ഖിദ്മത്ത് അല്ലാഹു നാളെ ജന്നാത്തുൻ നഈമിൽ അതേ മഅ്ശറ എന്ന ലോകത്തും അതുപോലെ ഖബറിലേക്കും റഹ്മാനായ റബ്ബേ ആ നിലക്കുണ്ടാകുന്ന ഒരു ഫതഹിന്റെ നൂറിയായ പ്രകാശമാകുന്ന ആ റബ്ബ് ചെയ്ത കൂട്ടുകാരന്മാർ ഖബറിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രകാശം അവരിലേക്ക് അല്ലാഹു ഈ ചെയ്ത അമലുകളും ഇനി എന്തെല്ലാം ചെയ്തതുണ്ടോ അതും അല്ലാഹു എത്തിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എന്തിനാ മുഅ്മിനീങ്ങളെ ഇത് ഞാൻ ഇവിടെ പറഞ്ഞത്? ആ നൽകമാണ് മുഅ്മിനീങ്ങളെ മരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. തലേന്ന് രാത്രി മയ്യത്ത് പരിപാലനടുത്ത ഉസ്താദ് ഈ പറയുന്ന താങ്കൾ ഇന്നിപ്പോൾ മയ്യത്ത് നിങ്ങളോട് മരണം പറയുന്നുണ്ട്. നാളെ എന്റെ മരണമാണോ? അതേ നടക്കും, സംശയമില്ല. മരണം ഹഖാ. ലോകത്ത് ഏത് നിരീശ്വരവാദിയാണെങ്കിലും ഏത് അതേ മതഭൗതികവാദിയാണെങ്കിലും ഏത് മതമുള്ളവനും ഇല്ലാത്തവനാവട്ടെ ഒന്ന് മാത്രം ഹക്ക് പറയുന്നുണ്ട്. ഏതാ? ജനിച്ചാൽ ഒന്ന് മരിക്കണം. അതാണ് പറഞ്ഞത് മരണം ഹഖാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മൗത്തിന്റെ രുചി അറിയുമേ. ഞാനും നിങ്ങളും മരിക്കും മുഅ്മിനെ, സംശയം വേണ്ട കേട്ടോ. എത്ര വർഷം 110 വർഷം ജീവിച്ചാലും 111ാമത്തെ വയസ്സ് മരിക്കൂലേ? ചോദിച്ചാൽ മരിക്കും. അതേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. മരിക്കൂല എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കേണ്ട. അതെ അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമാക്കിയിട്ട് ഒരുത്തനെ മാത്രം അല്ലാഹു ഇവിടെ നിലനിർത്തി. അതാരാണ്? അതേ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ കുഫ്രിയത്തിന്റെ ഏറ്റവും വലിയ ലഅനത്തിന്റെ അതെ ആരാണ്? ഫിർഔൻ. ആ ഫിർഔൻ അല്ലാഹു മരിപ്പിച്ച് പിന്നെ എന്നേക്കും ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാക്കാൻ കാരണം എന്താണ്? ഓന്റെ കിബറന്നെ. ആ കിബർ കൊണ്ട് അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ലോകത്തൊരു മനുഷ്യനില്ല മുഅ്മിനേ. അല്ലാഹു സൃഷ്ടിച്ച ഒരു പടപ്പും ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ഇവൻ ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് വരെ പറഞ്ഞിട്ടില്ല, ജിന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെല്ലാം വർഗ്ഗക്കാരുണ്ട് ആ വർഗ്ഗമൊന്നും അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞിട്ടില്ല മുഅ്മിനേ. അല്ലാഹ് ആ ഫിർഔൻ മാത്രമാണ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞവൻ. ഫിർഔൻ അല്ലാതെ വേറെ ആരുമില്ല. ആ റബ്ബാണ് എന്ന് വാദിച്ചപ്പോ ആ റബ്ബിനെയും എനക്ക് നിർത്താൻ കഴിയും, ആ റബ്ബിനെയും കാണിച്ചു കൊടുക്കാൻ, മരിപ്പിച്ചിട്ടും ജീവിപ്പിക്കാൻ കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ അല്ലാഹു എന്നതിന്റെ തെളിവിന് വേണ്ടിയിട്ട് ആ ചങ്ങായിന്റെ അതേ ഭൗതികപരമായ ശരീരം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സഹോദരാ, റബ്ബാകുന്ന റബ്ബ് ബോധം വേണം കേട്ടോ. എന്നോട്
എന്നോടും നിങ്ങളോടും ചോദ്യം ചെയ്യും, മറുപടി പറയേണ്ടി വരും, സംശയം വേണ്ടതില്ല. അതുകൊണ്ട് മുഅ്മിനേ, ഓ സ്ത്രീകളെ, മാതാപിതാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥിനികളെ, ചെറുപ്പക്കാരികളെ, പുതിയ കാലം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കണ്ട കേട്ടോ. അഹ്ലു സുന്ന വൽ ജമാഅത്ത് ഹബീബായ റസൂലുള്ളാഹി സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചര്യ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കണം. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു ഹറാം ഹലാലാക്കാൻ ലോകത്തൊരു ശൈഖിനോ തങ്ങൾക്കോ മൂല്യാർക്കോ കുതുബിനോ അധികാരം തന്നിട്ടില്ല. സ്ത്രീകളെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതേ ആണ് പെണ്ണിന്റെ കോലം കെട്ടിക്കരുത് കേട്ടോ. പെണ്ണ് ആണിന്റെ കോലം കെട്ടല്ല. വേഷവിധാനം നിങ്ങൾ ശ്രദ്ധിക്കണം മുഅ്മിനേ. അങ്ങനെ ഉണ്ടാകുന്ന ഏതെല്ലാം ചര്യകളുണ്ടല്ലോ അതെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാവണം. അതവനവന്റെ ജീവിത രീതി ഏതാണെങ്കിലും അവന്റെ വീട്ടിൽ ജീവിക്കുന്ന ഏതെല്ലാം ദൈനംദിന കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് പൊരുത്തപ്പെട്ട രൂപത്തിൽ കൊണ്ട് നടക്കണം. അല്ലാതെ എനക്കും നിങ്ങൾക്കും തോന്നിയതുപോലെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയമമുണ്ടല്ലോ, എന്തേ സ്ത്രീകൾക്ക് എന്ത് നടന്നാല്, അതേ സ്ത്രീകൾക്ക് എന്ത് ഇലക്ഷനിൽ വേണ്ടിട്ട് മത്സരിച്ചാല്, അതേ മുഅ്മിനേ, ഇതേപോലെ എന്റെയും നിങ്ങളെയും ശരീരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ഖബറുണ്ട്. ആ ഖബറിൽ പാമ്പുകളും തേളുകളും ജന്തുക്കളും അതേ മത്സരിക്കും. എന്തിനു വേണ്ടി? എനക്ക് കിട്ടാൻ, എനക്ക് തിന്നണം, എനക്ക് ഇവന്റെ ശരീരം വേണം എന്ന് മത്സരിക്കുമ്പോ സഹോദരാ, അവിടെ എന്നെയും നിങ്ങളെയും സഹായിക്കാൻ അല്ലാഹുവിന്റെ ഹബീബല്ലാതെ ലോകക്കൊരു ശക്തിക്കും കഴിയൂല. ആ ഹബീബ് അതേ എന്നെയും നിങ്ങളും സ്നേഹിക്കണമെങ്കിൽ, ആ ഹബീബ് എന്നെയും നിങ്ങളും രക്ഷിക്കണമെങ്കിൽ അല്പം ഹബീബ് പറഞ്ഞതുപോലെ ജീവിക്കണം. ഇല്ലെങ്കിലോ അവിടുന്ന് മലക്കുകൾ പറയും, എന്താ പറയുക? ഓ റസൂലേ, ഇവൻ നിങ്ങളിൽ പെട്ടവനാണ്, പക്ഷേ നിങ്ങളെ ചര്യക്ക് എതിരെ നിന്നവനാണ്. അതേ ഞാൻ പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പറഞ്ഞുകൊണ്ടപ്പോൾ എന്നാൽ ഓന്റെ പേരിൽ ലഅനത്തുണ്ടാവട്ടെ, എന്നാൽ ഓനെ നോക്കേണ്ട എന്ന് പറഞ്ഞ് റസൂൽ തിരിച്ച് പറയണമെങ്കിൽ സഹോദരാ, അത്രയും നെറികെട്ടവൻ ഞാനും നിങ്ങളുമല്ലാതെ പിന്നെ ആരുണ്ട്? അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ അല്പമെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതേ ഖബറാകുന്ന ഖബറും ആഖിറമാകുന്ന മഅ്ശറിൽ വിജയം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. അവിടത്തേക്ക് സ്വലാത്ത് അധികരിപ്പിക്കണം. അവിടുന്ന് പറഞ്ഞതുപോലെ ഖുർആൻ അധികരിപ്പിക്കണം. അല്ലാതെ ഖുർആനും ദിക്റും സ്വലാത്തും പറയുന്ന സ്ഥലത്ത് ഉള്ള ഫിത്നയും ഫസാദും പറയാൻ പോയാൽ നഷ്ടം അവനവൻക്കല്ലാതെ ലോകത്തൊന്നും ഇവിടെ സംഭവിക്കൂല കേട്ടോ. മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും, അതിന് നിങ്ങൾക്കൊരു സംശയം വേണ്ടില്ല കേട്ടോ. ഞാൻ കാഫിറിനെ കൊണ്ടാണെങ്കിലും ദീൻ ഇവിടെ നിലനിർത്തും. ആലോചിച്ചു നോക്കൂ, ഇവിടെ ഉണ്ടായത് ഹൈന്ദവ മതമല്ലേ, അവിടത്തേക്ക് അറബികൾ വന്നതല്ലേ? വല്ല പ്രശ്നം ഇവിടെയുണ്ടോ? അള്ളാന്റെ റസൂല് ദീൻ നിലനിർത്തിയില്ലേ? അള്ളാഹുന്റെ റസൂലിന്റെ ദീൻ, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിർത്തിയില്ലേ? എത്ര തലമുറയുടെ വന്നു പോയി? വല്ല കോട്ടം സംഭവിച്ചോ? ഇല്ല ഇല്ല, തലമുറ അങ്ങനെ കഴിഞ്ഞു പോയി എന്നല്ലാതെ ദീനൊരു മാറ്റം സംഭവിച്ചില്ല. കാരണം എന്തേ? അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. ആ ഖുർആനാണ് എന്റെയും നിങ്ങളെയും ചര്യ. ആ ഖുർആൻ എന്ത് പറഞ്ഞോ അതുപോലെ ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. എന്നാൽ അവിടെ വിജയമുണ്ട്. ഖുർആനെതിരെ പ്രവർത്തിക്കാൻ പോയവനെ ഒരുത്തനും അല്ലാഹു ഇവിടെ വിട്ടിട്ടില്ല, അല്ലാഹു വിടുകയുമില്ല. അല്ലാഹു അവനെ നശിപ്പിക്കാമല്ലാതെ. എത്ര നമ്മളെ അനുഭവത്തിൽ അതെ നിങ്ങൾ തന്നെ മീഡിയകളിൽ വായിച്ചിട്ടുണ്ടാകൂലേ, പല സ്വീഡനുകളിലും പല സ്ഥലങ്ങളിലും അതേ ഖുർആനെ കാർട്ടൂണാക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ
കാർട്ടൂൺ ആക്കിക്കൊണ്ട് അതേ ഉണ്ടാക്കി വീഡിയോ പോലത്തെ സിനിമ പോലത്തെ ഷോർട്ട് വീഡിയോ പോലത്തെ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചപ്പോ ആ നാട് ഒന്നടങ്കം അല്ല നശിപ്പിച്ചില്ലേ? 3-5 വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡൻ എന്ന നാടിൽ അങ്ങനെ എത്ര അനുഭവം ദുന്യവിയായിട്ടുണ്ട്. അതേ ഖുർആൻ ഈ കാലഘട്ടത്ത് ഞാനും നിങ്ങളും നിന്ദിക്കുമ്പോ ഇന്നലെ കഴിഞ്ഞ വർഷം എന്നാൽ അതിന്റെ മുമ്പത്തെ വർഷം എന്ന ഓർമ്മയില്ല, അഹമ്മദാബാദിൽ ഒരു ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് പിടുന്നങ്ങ് വീണപ്പോൾ എല്ലാരും നശിക്കപ്പെട്ടു. 2 ഒരുത്തനെ മാത്രം അല്ലാണ്ട് വെക്കപ്പെട്ടു. പിന്നൊന്ന് വെക്കപ്പെട്ടതോ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. അതേ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എല്ലാ ലഗേജ് ഒന്നടങ്കം കത്തിക്കരിഞ്ഞിട്ടും അള്ളാഹുവിന്റെ ഖുർആൻ ആരോ ഉപയോഗിച്ചതായിരിക്കാം, ആരെങ്കിലും എടുത്തതായിരിക്കാം. ആ ഖുർആൻ ഒരു കേടുപാട് സംഭവിച്ചില്ല. നോക്കൂ, അതാണ് ഖുർആന്റെ മുഅ്ജിസത്ത്. നോക്കൂ മുഅ്മിനേ, അത്രത്തോളം പവർ ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നെന്താ മുഅ്മിനീങ്ങൾ എനക്കും നിങ്ങൾക്കും ഖുർആൻ ഓതിക്കൂടാ? ആദ്യാൽ എന്റെയും നിങ്ങളെയും ഖൽബ് നന്നാവൂലേ? ഖൽബ് ശുദ്ധിയാവണ്ടേ? അതുകൊണ്ടാണല്ലോ പൂർവികരാകുന്ന ആലിമീങ്ങൾക്ക് ഇത്രയും ദറജയും അത്രയും അവർക്ക് മനസ്സ് വിശാലത നൽകാൻ കാരണം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയത് കൊണ്ടാ. ഇന്ന് ഞാനും നിങ്ങൾ ഖുർആന്റെ പകരം ഓതുന്നത് ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് സ്ത്രീകളെ നിങ്ങളെല്ലാ ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഉള്ള ഫിത്നയും ഫസാദും നാട് നിങ്ങളെ പറയാൻ പോയാൽ നഷ്ടം നിങ്ങൾക്കല്ലാതെ സമൂഹത്തിനൊന്നും സംഭവിക്കൂല കേട്ടോ. അത് നിങ്ങൾ വിചാരിച്ചിരിക്കും വേണ്ട. ഈ പറയുന്ന താങ്കൾക്കോ കേൾക്കും നിങ്ങൾക്കോ അതെ ദീനെതിരെ പ്രവർത്തിച്ചു പോയാൽ ദീനൊന്നും സംഭവിക്കില്ല, ഞാനും നിങ്ങൾ നശിക്കാന്നല്ലാതെ വേറൊന്നും സംഭവിക്കൂല. അതുകൊണ്ട് മുഅ്മിനേ, സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ടെക്നോളജിയുടെ ബേക്കിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ദുനിയാവും ആഖിറവും വിജയിക്കാൻ പ്രയാസമാ. അതേ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, മരണം ഹഖാണ്. ഞാനും നിങ്ങളും മരിക്കും, അല്പം മാത്രമേ നമുക്കുള്ളൂ. എന്റെയും നിങ്ങൾ രജിസ്ട്രേഷൻ ഖബറാണ്. ആ ഖബറിലേക്ക് ഏത് സമയത്ത് പോകേണ്ടി വരും, അതിന് തയ്യാറാവണം. ആ തയ്യാറെടുക്കുമ്പോൾ അല്പമെങ്കിലും ദീനിന് വേണ്ടി ചെലവഴിച്ച് എന്ന് പറയാൻ കഴിയണം. അതേ നല്ലതായ കൂട്ടുകാർ ഖബറിലേക്ക് വെക്കൽ കെട്ടു. 3 കഴിഞ്ഞാൽ തഅസിയത്ത്, 3 സുന്നത്ത്. അത് കഴിഞ്ഞാൽ മലക്കുകൾ വരും. ഇല്ലെങ്കിൽ 7, ഇല്ലെങ്കിൽ 14, 21, 40 കയ്യലോടുകൂടെ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക മൻ ദീനുക എല്ലാം ചോദിക്കും. എല്ലാം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഅ്മിനീങ്ങളെ തീഗോളമാകുന്ന ഒരു പ്രകാശം വരും. അതുപോലെ പ്രകാശപൂര്യമാകുന്ന ഒരു നൂറാകുന്ന പ്രകാശം വരും. എന്നിട്ടോ ആ പ്രകാശം വരുമ്പോൾ ചോദിക്കും, ഓ സഹോദരാ, നീ ആരടാ? ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ കടക്കുമെന്ന് പറഞ്ഞത്. അതെ, നീ ഒറ്റക്ക് തന്നെയാണ് കടക്കേണ്ടത്. നീ എനക്ക് അങ്ങനെ തന്നെയാണ് അള്ള വിധിച്ചത്. ആ രൂപം തന്നെയാണ് നിനക്ക് ഓരോരുത്തർക്കും മനുഷ്യന് ഉമ്മത്തിന് അള്ള വെച്ചത്. പക്ഷേ ആ വെച്ചതിന്റെ അപ്പുറം ഇതുപോലത്തെ ഒരു വ്യക്തികൾ വരാനുണ്ടോ? അപ്പോൾ ചോദിക്കും, നീ ആരാണ്? ഞാൻ എന്റെ കൂടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇന്ന ബഷീറാണോ, ഇന്നവനാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലടാ, ഇതൊന്നും ഞാനല്ല, ഇതിന്നെ നീയാകുന്ന നീ ചെയ്ത അമല്, ആ അമല് നിന്റെ രൂപത്തിൽ വന്നതാ എന്നവിടുന്ന് മറുപടി പറയും. അപ്പോൾ ചോദിക്കും, ഞാൻ എന്ത് അമല് ചെയ്തു? അതെ, നീ ഇന്നവന് സ്വതക്ക കൊടുത്തിട്ടില്ലേ? ഇന്ന പള്ളിക്ക് ഹദിയ കൊടുത്തിട്ടില്ലേ? ഇന്ന പള്ളിക്ക് ദീന്റെ ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹിക്ക് തന്നെ നേതൃത്വം നിൽക്കുന്നുണ്ടാവുമെങ്കിൽ സാന്ദർഭികം ഓർമ്മപ്പെടുത്തുകയാണ്. കമ്മിറ്റി ഭാരവാഹികളെ, ഞാനും നിങ്ങളും പള്ളിന്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദീന്റെ ഖിദ്മത്തിന്റെ പ്രസിഡന്റാണ് എന്ന് പറയാതെ ഞാൻ പള്ളിന്റെ പ്രസിഡന്റാണ്, അതുകൊണ്ട് എന്തും ചെയ്യണം എന്നുള്ള കിബർ പാടില്ല. ഞാൻ എളിയവനായ ദീന്റെ ഖിദ്മത്ത് കിട്ടിയിട്ടുണ്ട് പള്ളിക്ക്, അതുകൊണ്ട് അല്പമെങ്കിലും എന്ത് ചെയ്യാൻ കഴിയണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പള്ളി കമ്മിറ്റിക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. ആ നിലക്ക് പ്രവർത്തിക്കണം. ഒരുത്തനും പള്ളിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ലഹുൽ മഹ്ഫൂസ് ഇറങ്ങി വന്നിട്ടില്ല. മുസ്ലിം ഉമ്മത്ത് അല്ലാഹു അതേ അന്യവും നിങ്ങളും തെരഞ്ഞെടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ ഓർമ്മപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കണം മുഅ്മിനേ, ഞാനും നിങ്ങളും ദീന്റെ ഖിദ്മത്തിന് പ്രവർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ ഖാദിമായിട്ട് എന്നല്ലാതെ അള്ളാന്റെ പള്ളി ഭരിക്കാൻ ലോകത്തൊരു ശൈഖിനും അല്ലാഹ് അധികാരം തന്നില്ല.
ഒരു ഖാദിക്കും അധികാരം തന്നില്ല, ഒരു ഖുതുബിനും അല്ലാഹ് അധികാരം തന്നില്ല. അതുകൊണ്ട് മുഅ്മിനേ, ആ നിലക്ക് ആ ഖബറിൽ പറയും, നീ ഇന്ന പ്രവർത്തിച്ചവനല്ലേ? അതെ, ആ ചെയ്ത സ്വതക്ക അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു രൂപമാക്കിയിട്ട് അല്ലാഹ് നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ്, ഞാൻ ഇനി ഖിയാമത്ത് നാൾ വരെ സൂറന്ന കാഹളം ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്നത് വരെ നിന്റെ കൂടെ ഞാൻ ഖബറിലുണ്ടാകുമെന്ന് പ്രകാശപൂരിതമാകുന്ന ഒരു നൂറ് പറയും. എന്നാൽ അതിന്റെ അപ്പുറം അതേ ചൂടാകുന്ന ചൂട് വരുമ്പോൾ ഇവൻ പറയും, പോടോ നീ പോടാ, നീ എന്റെ അടുത്ത് വരല്ലടാ എന്നിവൻ ഇങ്ങനെ പറയുമ്പോ അവിടുന്ന് പറയും, നീ എങ്ങനെയാണോ പോടാന്ന് പറയരു, എന്നും അന്നെ നീ കൂടെ നടന്നവനല്ലേ, അന്നെ കൂടെ പിടിച്ചവനല്ലേ, നീ എന്നെ കൊട്ടിപ്പിടിച്ച് നടന്നവനല്ലേ, ആ സമയത്ത് നിന്നോട് ഞാൻ ഖൽബിൽ പറഞ്ഞിട്ടില്ലേ നീ ചെയ്യണ്ട, നീ വരരുത്, നീ ചെയ്തു പോകരുത് എന്ന് പറയുമ്പോൾ നീ എന്താ ഇപ്പോൾ എന്നോട് വരണ്ട എന്ന് പറയുന്നത്? അപ്പോൾ അവൻ പറയും, ആരാ ഖബറിൽ കിടക്കുന്ന മസ്ഊദാണെങ്കിൽ മസ്ഊദ് പറയും, എടാ നീ പോ, നിന്റെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നിന്റെ ആ കത്തുന്ന തീ ജ്വലമാകുന്ന ചുവപ്പാകുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ ചുവപ്പാകുന്ന തീഗോളം പറയും, എന്ത് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ദുന്യാവിൽ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്നിലേക്ക് ഞാൻ അടുപ്പിച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കും, ആരടോ നിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇന്നവനല്ല കണ്ടിട്ടുള്ളത് പറയുമ്പോൾ, അതല്ലടാ നീ ഇങ്ങനെ ചെയ്തതല്ല, നീ കഞ്ചാവ് അടിച്ചിട്ടില്ലേ, നീ അപ്പുറത്തെ ആലിമിന്റെ തെറി പറഞ്ഞിട്ടില്ലേ, വിഭാഗീയത്തിന്റെ വലിയ ഏത് വിഭാഗീയത ഉണ്ടെങ്കിലും ആലിമിന്റെ തെറി നീ പറഞ്ഞിട്ടില്ലേ, നീ ഇന്ന പള്ളി കമ്മിറ്റിക്കാരൊക്കെ നല്ലത് ചെയ്തതിന്റെ കമ്മിറ്റി തെറി പറഞ്ഞിട്ടില്ലേ, പോരാ അപ്പുറത്തെ പെണ്ണുങ്ങൾ ഇപ്പുറത്തെ പെണ്ണുങ്ങളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്ന പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ആ ചെയ്തതെല്ലാം അല്ലാഹ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നിലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറയുമ്പോ അവിടെ മുഅ്മിനെ രക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂലല്ലാതെ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. ആ റസൂല് സഹായിക്കണമെങ്കിൽ അല്പമെങ്കിലും ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മാതിരി ചര്യ പിൻപറ്റണം. എന്നാൽ ദുന്യാവ് ആഖിറം വിജയിക്കും. അല്ലാഹു വിജയികളോട് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഓ മുഅ്മിനേ, ഞാനും നിങ്ങൾ ഇവിടെ പല വാർഷികങ്ങളും ഖുതുബിയ്യത്ത് വാർഷികം എല്ലാ വാർഷികം കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ ബോധം വേണം, അൽഹംദുലില്ലാ റബ്ബേ, എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഇതുകൊണ്ട് ജനങ്ങൾക്ക് മൻഫഅത്ത് ഉണ്ടാവണം. അതേ പല ഉസ്താദന്മാർ ആലിമീങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഈ പറയുന്നത് തങ്ങളും പ്രസംഗിച്ചു പോകും. എന്ത് പ്രസംഗിച്ചു? അതേ തങ്ങൾക്കും എനക്കും നഫ്അ ചെയ്യട്ടെ, അവനവനക്കും നഫ്അ ചെയ്യണം. ഇന്നലെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അല്പം നന്നാവണം, പോരാ, ആ വെറുവരോട് കൂടി ദീന്റെ ഖിദ്മത്തിന് വേണ്ടി ഇൻസാൻ സഹായിക്കണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സഹോദരാ, നിങ്ങൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. എന്നാൽ അൽഹംദുലില്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാൽ അതേ നമുക്ക് തീഗോളമല്ലല്ലോ വരേണ്ടത്, നൂറാകുന്ന പ്രകാശമല്ലേ. ആ പ്രകാശം വരണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചോ. സാന്ദർഭികൻ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഉസ്താദ് കരുതിയിട്ടില്ല ഞാൻ നാളെ മരിക്കും, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഇതേ കുട്ടികൾ വരും എന്ന് ആ ഉസ്താദ് കരുതിയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഒന്ന് മരിച്ചു, നിങ്ങൾക്ക് സ്റ്റാറ്റസ് എടുത്താൽ നോക്കിയാൽ കാണാം. നാട് നീളങ്ങൾ ഇവിടെ വന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന കാലമല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്ര വഞ്ചനാവലിയാണ്. 5ഓ 6ഓളം സ്ഥലത്ത് മയ്യത്ത് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും അതേ എല്ലായിടത്തും ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും പറയാൻ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ഒരൊറ്റ നാവിന്റെ സ്വരം ഒന്നാണ്. എന്തേ പറയുന്നത്? ഈ ഉസ്താദ് എവിടെ വന്നു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ട് ദീന്റെ ഖിദ്മത്തിന് വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തി, ദീന്റെ ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് SYSന്റെയും അതുപോലെ തന്നെ മനുഷ്യ പല സ്ഥാപനത്തിന്റെയും പല നിലക്കുള്ള അംഗങ്ങളായിട്ട് സംഘടനാ ലാബിൽ എല്ലാ നിലക്കും പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ ദീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ചെറുപ്പക്കാർ
മുഅ്മിനീങ്ങളെ ആ മയ്യത്ത് നിസ്കരിക്കാനുണ്ടായിട്ടുണ്ട്. എത്ര മറ്റു മതസ്ഥർ വന്നിട്ടുണ്ട്, എന്തേ മറ്റു മതസ്ഥർക്ക് വേണ്ടിയിട്ട് ഇയാള് സാന്ത്വനമായിട്ടുണ്ടോ? എന്ത് ഇതിനെല്ലാം പ്രചോദനം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന പാടൂ, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തന പാടൂ, സംഘടനാ പ്രവർത്തനം എന്ന് പറയും. അതേ ഈ മഹല്ലത്തിൽ സംഘടന പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുക തങ്ങൾ വന്ന് സംഘടന പറഞ്ഞു പോകുന്നല്ല. എന്തിനു വേണ്ടി സംഘടന ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതേ മധ്യവയസ്കന്മാർ, ചെറുപ്പക്കാർ, ചെറിയ മക്കളിലേക്ക് ദീനിന്റെ ഖിദ്മത്തുകൾ ഏകോപിച്ച് എത്തണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ശൈഖായി കാണുന്ന താജുൽ ഉലമ, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ രണ്ട് മഹാരഥന്മാർ തുടങ്ങി തന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന എന്തിനു വേണ്ടി? അതേ ആരും വഴിതെറ്റി പോവാൻ പാടില്ല. പല ക്ലബ്ബുകളും, പല ഫുട്ബോൾ ക്ലബ്ബുകളും, പല ക്രിക്കറ്റ് ക്ലബ്ബുകളും, പല നിലക്കുണ്ടാകും അങ്ങാടിയിൽ തുടങ്ങുന്ന ക്ലബ്ബുകളുണ്ടല്ലോ. ആ ക്ലബ്ബുകളാകുന്ന ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് അതേ ദുന്യവിയായ പല നിലക്കുള്ള ഡാൻസും ഡിജയും പോലോത്ത ഇതെല്ലാം ഒരുമിച്ച് കൂടലുണ്ടല്ലോ. അതിനെല്ലാം തുരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പൂർവികർ വരും കാലത്തെ ഉമ്മത്തീങ്ങൾ നശിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അഹോരാത്രം മുഅ്മിനീങ്ങളെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തെടുത്ത പ്രവർത്തകർ, ദീനിന് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാർ, അത് ആർക്ക് വേണ്ടിയാ? വരും തലമുറയാകുന്ന ഞാനടക്കമുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുഅ്മിനീങ്ങളെ അന്ന് അത്ര അവർ ആലോചിച്ച് വേണ്ടി തുടങ്ങിയ ആ സംഘടന അതിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. സുന്നത്ത് ജമാഅത്തിന്റെ ദീന്റെ നിലപാട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരിലും അതിന്റെ പ്രവർത്തനം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ നിലക്ക് തുടങ്ങിയ സംഘടന അതേ നിരുപാധികം എതിർക്കരുത് കേട്ടോ. വല്ലതും അതിന് തെറ്റുണ്ടെങ്കിൽ അതിനെ തുരത്തി ഓടിക്കുകയും വേണം. അത് നിർബന്ധമാ. അവനവന്റെ മഹല്ലത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ട്രഷറർ ആണെങ്കിലും തെറ്റ് അവരത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളിൽ ഫളീഹത്താക്കാതെ അവരോട് ഉണർത്തിക്കൊണ്ട് പറയണം, ഓ സഹോദരാ, നിങ്ങൾ ചെയ്തത് തെറ്റാണോ, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണമെന്ന് പറയുന്നവൻ അനുസരിക്കുന്നവനാണെങ്കിൽ ആ രൂപത്തിൽ പോയി പറയണം. ഇല്ലെങ്കിലോ അവർക്ക് നേതൃത്വം നിൽക്കുന്നവർ ആലിമാണെങ്കിൽ, സദറാണെങ്കിൽ, ഉസ്താദാണെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ നന്നാക്കിക്കൊണ്ട് അവനവന്റെ മഹല്ലത്ത് നല്ലതായ പ്രവർത്തിക്കുന്ന ദീനിയായ ഖാദിമിങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം. അല്ലാതെ ലോകത്തൊരുത്തരും നന്നായവനില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലല്ലാതെ കാമിലും മുകമ്മിലും ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ലോകത്ത് പിന്നൊരു സൃഷ്ടിയും കാമിലും മുകമ്മിലല്ല കേട്ടോ. അല്ലാഹുവിന്റെ അടുത്ത് ഭയാനകമായിട്ട് അതേ മറുപടി പറയാനുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനേ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചോ. അവനവന്റെ മഹല്ലത്ത് ചെറിയ പിഞ്ചുമക്കളെ ദീനിന് വേണ്ടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം പ്രവർത്തിക്കണം. ആ പ്രവർത്തിച്ച ഇന്നലെ മരിച്ച ഉസ്താദ് എന്നെ മതി നമ്മൾക്ക് ഉദാഹരണം. അതേ അങ്ങേറ്റം പ്രവർത്തിച്ച ഉസ്താദ് SBS ഞാൻ പറഞ്ഞ ചെറിയ പിഞ്ചുമക്കൾക്കാണ് കുട്ടിയെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് മയ്യത്ത് പരിപാലനം ചെയ്തുകൊണ്ട് ആ മക്കളാണ് ഏറ്റവും കൂടുതൽ മയ്യത്ത് നിസ്കരിക്കാനുണ്ടായത്. ആലോചിച്ചു നോക്കൂ. എന്തേ എല്ലാവർക്കും ഒരൊറ്റ സ്വരമേ പറയാനുള്ള ഉസ്താദിനെ പറ്റിയിട്ട് എന്തേ ഫിത്ന പറയുന്നുണ്ടെന്നല്ല, എല്ലാവരോടും പറയാൻ നല്ല പുഞ്ചിരിക്കും. ഏറ്റവും വലിയ സ്വതക്ക. നിങ്ങൾക്ക് സമ്പത്ത് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലേ, ചിരിച്ചിട്ടെങ്കിലും നിങ്ങൾ സ്വതക്ക ചെയ്യണം. അതാണ് ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും വീർപ്പ് മുട്ടി പറയുന്നില്ല. ഇസ്ലാം എന്നും സരസമുള്ളതാണ്, സരളമുള്ളതാണ്. ആ ബോധം വേണം. എത്ര തമ്മിൽ വെറുപ്പുണ്ടെങ്കിലും ആ വെറുപ്പ് അവിടെ തീർക്കണം. എന്നിട്ടോ നിങ്ങൾ നിങ്ങളെ ദുന്യവിയായ കാര്യത്തിലും ഉഖ്റവിയായ കാര്യത്തിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്കും നൂറുൽ ഉലമക്കും എല്ലാം അല്ലാഹു ഈ നിലക്കുള്ള ദറജ നൽകിയത്. ഒരിക്കലും അവിടുത്തെ ഉസ്താദന്മാർ അവർ ചീത്ത പറഞ്ഞിട്ടില്ല. അവർ ഉസ്താദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുള്ള പൊരുത്തമാണ്. ആ നിലക്കുള്ള ജീവിച്ചവർക്ക് ഫതഹയില്ലേ പോരാ. ഈ കാലഘട്ടത്തിന് അനക്കും നിങ്ങൾക്കും നേതൃത്വം ഖുർറത്തു സാദാത്ത് അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ തവക്കൽതു അലല്ലാഹ്
എന്ന ആ ഒരൊറ്റ ശീർഷകം ദുന്യാവിൽ നല്ലവണ്ണം പിടിക്കപ്പെട്ട മഹാൻ ഒരൊറ്റ ഭൗതികവാദികൾക്കും വിട്ടുകൊടുക്കാതെ മേലായ റബ്ബുണ്ട്, റബ്ബ് വിചാരിച്ചാൽ എല്ലാം ഫതഹാക്കി തരും എന്ന ഒരൊറ്റ നയം. ആ നയം സ്വന്തം മാത്രമല്ല, ആര് വന്നു കഴിഞ്ഞാലും ഏത് കൊലകൊമ്പം വന്നു കഴിഞ്ഞാലും അവനോട് പറയാനുള്ള ദീനെതിരെ പ്രവർത്തിച്ചോ എന്നാ റബ്ബെന്നെ സഹായിക്കും, അത് നീ പേടിക്കണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അടിയുറച്ചു വിശ്വസിച്ച പണ്ഡിതൻ, ആ നിലക്ക് പ്രവർത്തിപ്പിച്ച പണ്ഡിതൻ, ആ നിലക്ക് നിങ്ങൾക്ക് മഹല്ലത്തിൽ 300ഓളം മഹല്ലത്തിൽ നേതൃത്വ പണ്ഡിതൻ, നോക്കൂ നഷ്ടമാണ്. ആ മഹാനും അത് ഇതേപോലല്ലേ തലേന്ന് രാത്രി കമ്മാടം എന്ന മഹല്ലത്തിൽ ഖാദിയ, ആ ഖാദിയ സ്ഥലത്ത് ഫുള്ള് മരണം മാത്രമാണെന്ന് പറഞ്ഞത്. അതേ കയ്യിൽ വിറ്റേന്ന് രാവിലെ ബാപ്പിയും മരണപ്പെട്ടത് അങ്ങനെയല്ലേ. അതാണ് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവൻ അല്ലാഹു സഹായിക്കും, അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടാകും. ഞാനും നിങ്ങളെ എങ്ങനെ സഹായിച്ചിട്ടില്ലെങ്കിലും അതേ അല്ലാഹുവിന്റെ സഹായം അവരിലുണ്ടെങ്കിൽ അത് മതി മുഅ്മിനേ. അനക്കും നിങ്ങൾക്കും റബ്ബിന്റെ സഹായം ഉണ്ടാകണം. അതിനെയാണ് അവരെല്ലാം നെട്ടോട്ടമോടി ജീവിച്ചത്. അതേ അല്ലാഹ് സഹായിക്കണം, അല്ലാഹ് സ്വീകരിക്കണം, അല്ലാഹ് കണ്ട മതി എന്നുകൊണ്ട് ജനങ്ങളെ കാട്ടിക്കൂട്ടലിന് വേണ്ടി പ്രവർത്തിച്ചവരല്ല, കാട്ടിക്കൂട്ടലിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പണ്ഡിതന്മാരല്ല പൂർവികർ. അവരെല്ലാം അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിനെ സമീപിക്കുന്ന ഏത് വ്യക്തിത്വങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ ദീൻ എതിരെ പ്രവർത്തിച്ചാൽ തുറന്ന് പറഞ്ഞുകൊണ്ട് ദീനിന് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതൻ അല്ലാഹു ആ മഹാന്മാരെല്ലാം ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. സാന്ദർഭികം ദുആ ചെയ്തുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ ഇപ്പോഴത്തെ ദുന്യവിയായ കോലം കെട്ടി അവനവന്റെ നിങ്ങളെ പങ്ങന്മാരെ, ആങ്ങളമാരെ, ഭർത്താക്കന്മാരെ, അവനവന്റെ ഭാര്യമാരെ നാട് നിങ്ങളെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ, വാട്സപ്പ്, വീഡിയോ എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിതം നയിക്കല്ല. സ്വന്തം മക്കളെ ദീനിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രവണത ഇപ്പം തുടങ്ങിയ ഷോർട്ട് വീഡിയോ പലതും പറഞ്ഞുകൊണ്ടുണ്ടാക്കിയിട്ട് മക്കളെ നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. ഖൽബിൽ ഈമാൻ വരണ്ടേ, റസൂലുള്ളാഹിനെ ഓർമ്മിപ്പിക്കണ്ടേ. അത് വരണമെങ്കിൽ അതേ ഈ നിലക്കുണ്ടാകുന്ന എല്ലാ ദുന്യവിയായ കോലം മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ദിക്റും സ്വലാത്ത് പഠിപ്പിച്ചുകൊണ്ട് മക്കളെ നന്നാക്കണം. അത് ജനിക്കുന്ന മക്കളിൽ തന്നെ തുടങ്ങണം. സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പം ജനിക്കുന്ന മക്കൾക്ക് അതേ നിങ്ങൾ ഒരാളും പഴയ കാലഘട്ടത്തിൽ അതേ താരാട്ട് പാടിയിട്ടാണ് മക്കള് അതേ ഉണർത്തലും അതേ കടത്തലും രണ്ടും താരാട്ട് ഓടിയിട്ടാണ്. ഇന്നിപ്പോൾ താരാട്ട് പാട്ടില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി നൂറുല്ലാഹ് എന്ന ബൈത്ത് ഓടിയിട്ട് ഏതെങ്കിലും മുഅ്മിനീങ്ങളെ നിങ്ങൾ ബൈത്ത് ചെല്ലാറുണ്ടോ? ഇല്ല ഇല്ല. യൂട്യൂബിലുള്ള കാർട്ടൂണും കാണിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ ബടക്കാക്കല്ലേ. ചെറുപ്പം തന്നെ യൂട്യൂബിലുള്ള എല്ലാം കാണിച്ചുകൊണ്ട് കാർട്ടൂണും കാണിച്ചുകൊണ്ട് മക്കളെ വളർത്തിയ അള്ളാന്റെ റസൂലിനോടുള്ള ബോധമുണ്ടാകൂല, ദീനുള്ള ബോധമുണ്ടാകൂല. അലിമ്, ഉസ്താദ്, മാതാവ് എന്നുള്ള ബഹുമാനമതമല്ല, അതിലൂടെ എടുത്തു കളയും കേട്ടോ. സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. ഓ ചെറുപ്പക്കാരായ സ്ത്രീകളെ, നിങ്ങളോട് പറയുന്നു, ഇപ്പോഴത്തെ കാലമല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മൊബൈല് കുട്ടികളെ കരച്ചൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശബ്ദം ശ്രവിക്കുന്ന അത് ഏത് തങ്ങളെ ഭാര്യയാണെങ്കിലും ഏത് ഖുതുബിന്റെ ഭാര്യയാണെങ്കിലും ദീനിന്റെ നിയമം ഒന്ന് തന്നെ. അതിനെതിരെ പ്രവർത്തിച്ചാൽ അല്ലാഹു കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും, സംശയം വേണ്ടതില്ല. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങളെ മക്കളെ ചെറുപ്പം തന്നെ നന്നാക്കണം. ആ ജനനം മുതൽ തുടങ്ങണം നിങ്ങളെ നന്നാക്കൽ. അതുകൊണ്ടാണല്ലോ പൂർവികരാകുന്ന മക്കൾക്ക് പഴയ ബൈത്തുകളും പല നിലക്കുള്ള മങ്കൂസ് മൗലൂദും ബദർ മൗലൂദിന്റെ എല്ലാ ബൈത്തുകൾ അറിയാൻ കാരണം എന്താണ്? നിങ്ങളെ ചെറുപ്പം തന്നെ നന്നായുള്ള വരവ്. ഇന്ന് ഏതെങ്കിലും മക്കൾക്ക് റസൂലുള്ളാഹിന്റെ ബൈത്ത് അറിയോ? ഇല്ല. ഒരു മങ്കൂസ് മൗലൂദ് അറിയോ? ഇല്ല. പഴയ കാലഘട്ടത്തിൽ ഒന്നുമില്ലെങ്കിൽ മങ്കൂസ് മൗലൂദിന്റെ ഹദീസ് കുറച്ചെങ്കിലും കാണാപ്പാടം അറിയുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. എന്റെ കാരണം എല്ലാ മജ്‌ലിസിലും അവരിരുന്നു കൊണ്ട് ആ പൂർണ്ണത വാങ്ങിക്കൊണ്ട് അതിന്റെ ബഹുമാനം അത് വാങ്ങിക്കൊണ്ട് പോകുന്ന കാലം. ഇന്നിപ്പോൾ ഒരു മൗലൂദും ഒരു കൊന്തും ആർക്കും അറിയുന്നില്ല. കാരണം എന്തോ? എല്ലാം മൊബൈലല്ലേ. മജ്‌ലിസിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ മൊബൈൽ നോക്കുന്ന ഒരു കാലം വന്നുപോയി സഹോദരാ. അതുകൊണ്ട് തന്നെ ആ മജ്‌ലിസിന്റെ അളമത്തും ഫضലത്തെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീൻ
നിലനിർത്തണം. സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ നിലനിർത്തണം. മരണം ഹക്കാ, മരിക്കും സംശയം വേണ്ടതേ ഇല്ല. നിങ്ങൾ ആരത് വിചാരിച്ചിരിക്കും വേണ്ട. ഞാനും നിങ്ങൾ ഇവിടെ ജനങ്ങൾ കാത്തുക്കുണ്ടല്ലോ എന്നതുപോലെ ഖബറിൽ നമ്മളെ കാത്തുക്ക് നിൽക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഇഖ്ലാസ് വരും. നാളെ റബ്ബ് നമ്മളെ കാത്തുക്കുണ്ടല്ലോ, നിങ്ങളെ പാമ്പും തേളും ജന്തുക്കൾ കാത്തുക്കുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കണ്ട് ഞാനും നിങ്ങളും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനെ അൽഹംദുലില്ലാഹ്, ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് നല്ലവണ്ണം പ്രവർത്തിച്ച ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം പ്രവർത്തിച്ച് നാളത്തെ അവരെ ഖബർ നന്നാവാനാ. അല്ലാതെ ഇതെടുത്തിട്ട് ലോകത്ത് ഒരു ശൈഖ് ഒരു പള്ളി എടുത്തിട്ട് പോവില്ല. അങ്ങനാണെങ്കിൽ അള്ളാന്റെ റസൂൽ മസ്ജിദ് നബി എടുത്തിട്ട് പോയാ അള്ളാന്റെ മഹബൂബാണ് ഹബീബ്. ഹബീബ് എടുക്കാതെ നമ്മ എടുത്തു. അവർ ചെയ്യുന്ന അമലുകളിലേക്ക് ഇപ്പൊ എടുക്കാൻ തുടങ്ങി. ഇവിടെ ആരിപ്പി നോക്കൂ. ഇപ്പൊ ഞാൻ നേരത്തെ സഅദീനെ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അറിയോ ഇല്ല. അവർ ചെയ്ത അമല് കൊണ്ട് ഇവിടെ അല്ലാഹു തആല സ്മരിപ്പിക്കാണ്. അതുപോലെ ബാപ്പ താജുൽ ഉലമ അവരെല്ലാം അവർ ചെയ്ത അമലുകളാണ് ഇവിടെ സ്മരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. എന്തേ? അല്ലാഹു സ്വീകരിക്കണം, നാളെ റബ്ബ് എന്നോട് ചോദിക്കപ്പെടും എന്ന ആത്മാർത്ഥത്തോടെ പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. മുഅ്മിനേ നോക്കൂ, ബാപ്പാന്റെ അടുത്ത് ഇപ്പൊ സിയാറത്ത് പോകുന്നത് എന്താ കാരണോ? നിനക്ക് അല്ലാഹുവിലേക്ക് ഖുർആൻ ഇങ്ങനെ ഓതിയപ്പോൾ എത്ര ആൾക്കാർ ഖുർആൻ ഓതി, എത്ര ആൾക്കാർ യാസീൻ ഓതി, എത്ര ആൾക്കാർ നന്നായി. അതുകൊണ്ടെല്ലാം ഫലം ഇന്ന് നോക്കൂ. ഇന്ന് അവരെ കൊണ്ട് അല്ലാഹു ഓദിപ്പിക്കാണ്. തിരിച്ചവിടെ പോയി ഓദിപ്പിച്ചുകൊണ്ട് അവന്റെ കാര്യം നടത്തട്ടെ തോന്നിക്കാണ്. ഇപ്പൊ നമ്മ പറഞ്ഞാലും നോട്ടീസ് കൊടുത്തിട്ടല്ലോ ഇപ്പൊ ആരും വരുന്നത്. ആണോ? അല്ല, അല്ലാഹു ഖൽബിലിട്ട് കൊടുക്കുന്നു. എത്ര പുതു ആളുകൾ വന്നു. ഹയാത്ത് കാലത്ത് വരാത്ത എത്ര ആൾക്കാർ മമാത്തിന്റെ ശേഷം വന്നവരുണ്ട്, വഫാത്തിന്റെ ശേഷം വന്നവരുണ്ട്. സംഘടനാ വിരോധികളും വിരോധ അടക്കമുള്ളവർ വന്നു പോയില്ലേ? അതിന്റെ അർത്ഥം പറയുന്നതല്ല. സാന്ദർഭിക അല്ലാഹു ഖൽബിലൊരാൾക്ക് ഇട്ടുകൊടുത്താൽ അത് നടക്കും. അതിനാര് തീർക്കാൻ നോക്കിയാൽ നടക്കൂല. ആ ദർബാറിന് ഖിയാമത്ത് നാൾ വരെ ഹിദായത്തിനുള്ളതാ. അങ്ങനെ ഓരോ മഹാന്മാരും മരണപ്പെട്ട് ആ നാട് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട് ഷറഫായി. പിന്നെ ആ നാടിനെ കൊണ്ട് അല്ലാഹു ഹിദായത്ത് നൽകപ്പെടും. ഞാൻ നിങ്ങൾ ഇപ്പൊ ഇവിടെ കമ്പള വെട്ടു മക്കാമ് എന്തേ? ആരെങ്കിലും കണ്ടിട്ടാണോ? അല്ല, അവർ ചെയ്ത നന്മ അപ്പൊ അല്ലാഹു സ്വീകരിച്ചപ്പോൾ അല്ലാഹുവിന് ഖിയാമത്ത് നാൾ വരെ ആ മഹാനിലൂടെ ഇവിടെ പലതും ഫതഹ് ഉണ്ടാക്കും. അത് ഞാനും നിങ്ങൾ ഇനി എന്ത് പൊളിക്കാൻ നോക്കിയാലും നടക്കൂല മുഅ്മിനീങ്ങൾ. കാരണം അല്ലാഹു ഉയർത്താൻ വിചാരിച്ച ഉയർത്ത തന്നെ. ഇനി ഞാൻ ഇത്ര അസൂയിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു ഇകഴ്ത്താൻ വിചാരിച്ച ഇകഴ്ത്തും ചെയ്യും. അത് ചെറിയൊരു ഭൗതികപരമായ ഉദാഹരണം പറയാം. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, ഒരു സുപ്രഭാതത്തിൽ തലേന്നേരം പ്രധാനമന്ത്രിയാ 10-50 വർഷം. പിറ്റേന്ന് സുബീക്കോ നമുക്ക് പ്രധാനമന്ത്രി കൊടുക്കുന്നില്ലല്ലോ. പോയി ഓക്കെ എന്തായി? എന്താണ് റബ്ബ്? ഭൗതികപരമായ ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് മുഅ്മിനേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലവണ്ണം സഹായിച്ച് ഏകദേശം 3 ലക്ഷം നിങ്ങൾക്ക് വേണ്ടി വരും. അതിന്റെ അപ്പുറവും വരും. ഇനി ആരും ചോദിക്കണ്ട, അന്ന് അയാൾ 3 ലക്ഷം അല്ല പറഞ്ഞ് ഇപ്പൊ എന്താ 3,10,000 ആയി നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിന്റെ കാലം അറിയാം. ഇന്ന് കണ്ട പൈസ അല്ല നാളെ കണ്ടല്ല മറ്റന്നാ അല്ലേ? അപ്പം ഏകദേശം അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര കുറച്ചിട്ട് നമുക്ക് കൂട്ടിയിട്ട് വെക്കണം ആരും പറയൂലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ 3 ലക്ഷം ഉണ്ട്. ഏകദേശം നല്ല സംഖ്യ ഈ നാടിന്റെ അഹലുകാരാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും ഏകദേശം 60 വീടാണ് കണക്കൂട്ടിയെന്ന്. 60 ആളാന്ന് കണക്കൂട്ടിയെന്ന്. 100 ആളുണ്ടെങ്കിൽ 3 ലക്ഷത്തിനെ 100 ഡിവൈഡ് ചെയ്താൽ 3000 രൂപ ആയി. അതിന് 60 ആളാണെങ്കിൽ 5000 രൂപ മിനിമം വേണ്ടി വരും അല്ലെ? ആ നിലക്ക്. അപ്പൊ നല്ലൊരു സംഖ്യ അത് ഏറ്റെടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ബാക്കി അപ്പൊ പിന്നെയും കുറയും. അങ്ങനെ നിന്റെ കണക്ക്. അപ്പൊ ഒന്ന് പറ, ആരാ എന്താന്ന് വെച്ചാൽ വേമേ പറഞ്ഞോളി. 25,000 രൂപ മൂപ്പര്. അൽഹംദുലില്ലാഹ് മൂപ്പരനാണ് ഇത് ഏകദേശം ഉണ്ടാക്കി കൊടുത്തത്. നാട്ടാളുന്ന പൈസ കൊടുത്തില്ല. ഇവിടെ പിന്നെ ആരും നിങ്ങളിനി അയാൾ തന്നെ കൊടുക്കുന്നതിന് അയാൾ തന്നെ കൊടുത്താൽ മതി നിൽക്കണ്ട. നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാം. മൂപ്പര് കൊടുത്ത ഉപര കബറിലേക്കായി. അൽഹംദുലില്ലാഹ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ നാളെന്ന് മറുപടി പറയും. നിങ്ങൾക്ക് ഒരാൾക്കും പൈസ ഇല്ല എന്ന് പറയാൻ കഴിയോ? എങ്ങനെ പറയാൻ കഴിയും? ചങ്ങായിമാരെ, ഞാനും നിങ്ങൾ ജനിച്ചിട്ട് വരുമ്പോ എന്തെങ്കിലും 5-6 പൈസ ഉണ്ട് നമ്മളിന്ന് ഉണ്ടാ? ഒന്ന് പറയട്ടെ. വീട് നെള്ളിങ്ങുന്ന ഏതെങ്കിലും ഒരുത്തൊന്ന് പറയട്ടെ. ഞാൻ എണീക്കുമ്പോ എനിക്ക് 10 ഉറുപ്പ ഉണ്ട് പറയാൻ കഴിയോ?
ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്ക് ഏതൊക്കെ ഒരു പ്രമാണിക്ക് പറയാൻ കഴിയോ ഞാൻ ജനിക്കുമ്പോൾ 50,000 കൈമുണ്ടായിട്ടുണ്ട്? ഇല്ല. അള്ളാഹു ഒരു പക്വത ബുദ്ധി തന്നപ്പോൾ ആ ബുദ്ധിബോധം കൊണ്ട് നിങ്ങൾ നയിച്ചുണ്ടാക്കിയതാണ് ഈ സാമ്പത്തികം മുഴുവനും. അത് അള്ളാഹുവിന്റെ ദീന്റെ ഖിദ്മത്തിൽ ചെലവഴിക്കാനാണ്, അല്ലാതെ ബഹലത്തരം കളിക്കാനല്ല കേട്ടോ. ആ ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആരാണ് പൈസ സാമ്പത്തികം 25,000 എടുത്ത് പിന്നെ 5,000 രൂപ? ആ, എല്ലാരും ഒരാള് സദസ്സിലേക്ക് എന്താ വിട്ടറിയോ? ഏതാന്ന് തുടങ്ങിക്കോ, സദസ്സിലേക്ക് പോയിട്ട് തുടങ്ങിക്കോ. നസീർ ആരാണ്? അൽഹംദുലില്ലാ റിക്ഷ ഡ്രൈവറാണ്. അല്ലാഹു ബർക്കത്തായി കൊടുക്കട്ടെ. അങ്ങനെ തന്നെ വേണ്ടത്. കുറെ ഉണ്ടായിട്ട് തന്നെ കൊടുക്കാണെന്നല്ല, ബഹലത്തരം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പിശുക്കത്തര ഉണ്ടാവരുത്. എങ്ങനെ വന്നാലും അള്ളാഹു കൊടുത്തെന്ന് കേറിയിട്ട് പോകും. മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും സ്വതക്ക കൊടുത്താൽ ഏറാന്നല്ലാതെ കുറഞ്ഞിട്ട് പോലെ. കാരണം അള്ളാഹിന്റെ സാമ്പത്തിക തിയറി തന്നെ അങ്ങനെയാണ്. ഭൗതികപരമായ തിയറി അങ്ങനെയാണ്, അറിയോ? എടുത്തു വെച്ചാല് കുന്നോളം വരും, അല്ലേ? എന്നാ മുസ്ലിമിന്റെ തിയറി എങ്ങനെ? എത്ര കൊടുക്കുന്നോ അത്ര അങ്ങോട്ട് പെരുകുന്നു. അതിന്റെ തെളിവാണ് ഇതൊക്കെ. ഇപ്പൊ ഈ മൂപ്പരിപ്പേടി തറല ചെലവാക്കി പിന്നെ 25,000 കൊടുത്തപ്പോ കിടന്ന് വന്നിട്ടല്ലേ വരാണ്ട് കൊടുക്കാൻ കഴിയോ? ആ ബോധം നിങ്ങൾക്ക് വേണം. സുബൈറിന്റെ 10,000 ഖജാൻജി ഒരാൾക്കാർ പറഞ്ഞതിന്റെ ശേഷം മിനിമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചെറുപ്പക്കാരെ ഇതിപ്പോ ഈ പരിപാടി നടത്തുന്ന ആരാണ്? ഈ പരിപാടി നടത്തുന്നത് ജമാഅത്ത് കമ്മിറ്റി എല്ലാരും കൂടി തന്നെയല്ലേ? അതെ. അപ്പൊ ആ ചെറുപ്പക്കാർ അതിന് മുന്നിട്ടിറങ്ങാം. ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാർ, അത് പുറത്തുണ്ടെങ്കിൽ ശരി അകത്തുണ്ടെങ്കിൽ ശരി ഓൺലൈനിൽ എവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് നിങ്ങളെ നാടിന്റെ നന്മക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഇൽമ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ നിങ്ങളെ കാലം ദീൻ പഠിച്ചു പോയി. ഇനിയത്തെ മക്കൾക്ക് എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ പള്ളി, എന്റെ മദ്രസ ആ ബഹുമാനത്തോടെ കൊണ്ട് നടക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള മദ്രസക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. 3 ലക്ഷം റുപ്യ ഇപ്പൊ പാളം. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് പിന്നെയും വേണ്ടി വരും, ഇന്റർലോക്കൽ ഇടേണ്ടി വരും. അതൊക്കെ നിങ്ങൾ തന്നെ സഹായിച്ച നിങ്ങൾക്ക് തന്നെ അതിന്റെ ഫലം. വേറെ ആർക്കും ഖബറിലേക്ക് അങ്ങനെ വന്നുകൊണ്ട് ജാരിയായ സ്വതഖ ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാവലാണ്. പിന്നെയോ അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി സഹായിക്കുന്നവരുണ്ടാവുക. അതാണ് ജാറ എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കലും. അതുകൊണ്ട് മുഅ്മിനേ നിങ്ങൾ ഏതായാലും അള്ളാഹുവിന്റെ ഇൽമു മുതഅല്ലിമായിട്ടില്ല, പിന്നെയോ ഇൽമിന് വേണ്ടി സഹായിക്കുന്നവരാവണം. എന്നാൽ വന്നുകൊണ്ടേ ഇരിക്കും അതിന്റെ ഫലം. അത് ദുന്യാവിനും കിട്ടും ആഖിറത്തിനും കിട്ടും. ദുന്യാവിന് എങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആഖിറം കിട്ടുമെന്നുള്ളത് സംശയമില്ല. കാരണം റബ്ബാണ് അതിന്റെ ഫലം തരുന്നത്, അല്ലാതെ എന്റെയും നിങ്ങളെ ഉപ്പയോ ജ്യേഷ്ഠനല്ല. അതുകൊണ്ട് അള്ളാഹു വാക്ക് പറഞ്ഞാൽ വാക്കാണ്, ആ വാക്ക് നിരസിക്കൂല. മേലായ റബ്ബല്ലേ. അതുകൊണ്ട് സഹോദരാ നിങ്ങൾ കഴിയുന്നത് കൊടുക്കണം. അവനവന്റെ ഖബറിലേക്ക് വേണ്ടിയിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിക്കോട്ടെ. ഈ പേര് പറയാത്ത 5,000 പെണ്ണുങ്ങൾ, സ്ത്രീകളെ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകൾ നിങ്ങളെ കൊണ്ട് കൈവണ്ടൊക്കെ വരാം. അങ്ങോട്ടേക്ക് ഒരാൾ വരും. നമുക്ക് 5,000 ആ എല്ലാരുടെ പേരും നിങ്ങൾക്ക് അറിയാലോ, അള്ളാഹ്ക്കും അറിയാലോ. അത് മതിയില്ലേ? ഇവരായിട്ടെല്ലാം ഒന്ന് വേഗം അടിയിലേക്ക് പോയിട്ട് നമുക്ക് ദ്വാരക്കാൻ തുടങ്ങാം. നിങ്ങൾ വേഗം ഏകദേശത്തിലായി എല്ലാം താഴേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോകും. ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രം പോലെ കൊടുക്കണേ. അത് ഹക്കാട്. നാളെ ദുന്യവിയായ ഉഖ്റവിയായ ഹക്കുകളുണ്ട്. ദുന്യവിയായ ഉഖ്റവിയായ ഹക്കുകൾ രണ്ടും ഇത് ബാക്കിയാകും. ഇൻഷാ അല്ലാഹ്. അതെ, റബീഉൽ അവ്വലിന്റെ മുന്നേ ഇതിനെ പണി തീർത്തിട്ട് അല്ലാഹു ആ റബീഉൽ അവ്വലിലെ കുട്ടികളുടെ പരിപാടി അവിടെ നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിങ്ങളൊക്കെ പെട്ടെന്ന് സഹായിച്ച് സഹകരിച്ച് മുന്നിട്ടിറങ്ങി ആവേശിച്ച് മുന്നിട്ടിറങ്ങി എല്ലാം ഫത്താവും. വീട് ഉണ്ടായിട്ട് ഒന്നും നടന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ട് അതിനിടെ, അല്ലേ? ബഹുമാനപ്പെട്ട താജുൽ മേയർ വീട് എന്തുണ്ടായിനി? അതാ ഇനി മൂപ്പര് ആരെ വൈസ് പ്രസിഡന്റാ? സെക്രട്ടറി നിങ്ങളെ സമീപിക്കൂ. നിങ്ങൾ അതിലേക്ക് വേണ്ടി സഹായിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ അന്ദങ്ങളും ഖുത്ബുൽ അഖ്താബ് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഈ കാലത്തെ ഗൗസുൽ അന്ദങ്ങൾ എന്ന് പറയാൻ പറ്റും. ആ നിലക്കുള്ള ജീവചരിത്രമായെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ
ഗൗസുല്ല തങ്ങളെ ജീവചരിത്രത്തിന്റെ അതേ സാമീപ്യാണ് താജുലുമൻ ഉണ്ടായത്. ചൂടിന് ചൂട്. ഗൗസുല്ല തങ്ങൾ അങ്ങനെ പല ഗൈബത്ത് കൊണ്ട് ജനങ്ങൾ പേടിച്ചു പോയിന്നാ. അപ്പുറത്ര ഇൽമിന് ഇൽമുണ്ട്. എല്ലാ മദ്ഹബിനും വിവരം പറയാൻ പറ്റുന്ന പണ്ഡിതൻ. ഇബാദത്ത്, ത്വരീഖത്ത്, 22 ത്വരീഖത്ത്, ചിസ്തിയ്യ, സുഹ്റവർദിയ്യ, നഖ്ശബന്ദിയ്യ, എല്ലാ ത്വരീഖത്തുണ്ടായ പണ്ഡിതൻ. അത് ദൈനംദിനം കൊണ്ടു നടന്ന പണ്ഡിതൻ. 94 വയസ്സ് വരെ ജീവിച്ച പണ്ഡിതൻ. 42 ഹജ്ജ് ചെയ്ത പണ്ഡിതൻ. പോരാ, സയ്യിദാണ്, ആലിമാണ്, ആബിദാണ്, എല്ലാം ഒത്തിണങ്ങിയ പണ്ഡിതൻ. ആലോചിച്ച് നോക്കൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നേതാവായി എന്നുള്ള രൂപം തന്നെ പറയാം. എല്ലാ ലോകം മുഴുവൻ അംഗീകരിച്ച പണ്ഡിതൻ, ലോകത്തിന്റെ ശൈഖ്. അതുകൊണ്ട് ഗൗസുല്ല തങ്ങള് ഖുതുബിയ്യത്തുകൾ ചെല്ലുന്നുണ്ടല്ലോ. ഖുതുബിയ്യത്തിന്റെ ഒരുപാട് ഫലങ്ങൾ ഇൻഷാ അല്ലാഹു തൗഫീഖ് അടുത്ത വർഷം ഇതിനെ പറ്റി പറയാൻ തൗഫീഖ് ചെയ്യട്ടെ.